വേറൊരു പ്രൊഡക്റ്റോ ഒരു പ്ലാനോ ഇല്ല. അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഒരു ഗ്രേറ്റ് ലീഡറെ ഈ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒറ്റ ഒരു വേർഡേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ തീയിൽ കൊടുത്തത് വെയിലത്ത് വാഴും. 7 വർഷം നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ഉള്ള സിമ്പിൾ ആൻഡ് ഹംബിൾ ഗ്രേറ്റ് എത്തിക്കൽ ലീഡർ, കൂടെ നിൽക്കുന്നവർക്ക് ചങ്ക് പതിനാട്ടുകര എന്ന സക്കീർ സാറിനെ ഈ സ്ക്രീനിലേക്ക് ഞാൻ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ സക്കീർ സാർ, പ്ലീസ് ഓൺ ടു ദ സ്ക്രീൻ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിബിൾ ആണ് സർ. ഓക്കെ, താങ്ക് യു. I respected to my great leaders. എൻ്റെ പേര് ജോമേഷ് സാർ പരിചയപ്പെടുത്തി മുഹമ്മദ് സക്കീർ, പാലക്കാട് ജില്ലയിൽ എടത്തനാടിലാണ് സ്വദേശം. ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം 27 വർഷമായി. വെൽനസ് തന്നെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖലയുമാണ്. വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഈ ഒരു സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യത്തിനാണ്. ഒന്ന് ആരോഗ്യം, രണ്ട് സാമ്പത്തികം. പക്ഷേ നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് ഓടുമ്പോൾ ആരോഗ്യത്തെ മറന്ന് സമ്പത്ത് നേടിയുണ്ടാക്കിയിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്യും. ഇവിടെ നമുക്ക് വേണ്ടത് ആരോഗ്യവും സമ്പത്തും. മൂന്നാമതൊന്ന്, ഇത് രണ്ടും വരുമ്പോൾ കൂടെ വരും നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാനുള്ള സന്തോഷം, ഹാപ്പിനെസ്. ഇത് മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ന് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഈ ഒരു അവസരം നമുക്ക് എത്തിച്ചു തരുന്ന കമ്പനിയുടെ പേര് ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കമ്പനി സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. ബോംബെ താനെ ഡിസ്ട്രിക്റ്റിൽ മീര റോഡിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ്. 1,00,000 സ്ക്വയർ ഫീറ്റിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ ഹെഡ് ഓഫീസും വർക്ക് ചെയ്യുന്നു. കൂടാതെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ദാദറിൽ കോഹിനൂർ ടവറിൽ 46ാമത്തെ ഫ്ലോറിലും, അതുപോലെ ഡൽഹിയിൽ കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ഓഫീസും, മീര റോഡിലെ കമ്പനിയുടെ ഓഫീസും, അതുപോലെ കമ്പനിയുടെ ദാദറിലുള്ള കോർപ്പറേറ്റ് ഓഫീസ്, കമ്പനിയുടെ ഡൽഹിയിലുള്ള ഡിവിഷൻ ഓഫീസ്. ഈ കമ്പനിയെ അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് 17 വർഷത്തെ റിസർച്ചിന്റെ ഫലമായിട്ട് നമുക്ക് മുമ്പിൽ എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CMD എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ സാഗർ ജോഷി സാറ്. അദ്ദേഹം നാനോ ടെക്നോളജിയിലും അതുപോലെ തന്നെ ബയോ മാഗ്നറ്റിസത്തിലും ഡബിൾ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. 4000ന്റെ മുകളിൽ 5000ത്തോളം സോഫ്റ്റ്വെയറുകൾ നിർമ്മിച്ച് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തേക്കും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി 2008 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെസ്റ്റ് മാനേജ്മെന്റ് 300-ലധികം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഡക്റ്റ് ഡെലിവറി ഓൾ ഓവർ ഇന്ത്യയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ 2021 ആയുഷ് കൊറോണ യോദ്ധ സർട്ടിഫൈഡ് പ്രോഡക്റ്റുകൾ നമ്മളെ കമ്പനിയിലുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, സൈബർ സെക്യൂർ ആണ്, ഓൺ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്ന 1400 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ്. കേരള GST സിസ്റ്റം എല്ലാം പാലിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇന്ത്യയിൽ മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി വർക്കിംഗ് ആസ് പെർ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ ലീഗൽ ഡോക്യുമെന്റുകളും കമ്പനി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി അവാർഡുകളും റിവാർഡുകളും നമ്മളെ കമ്പനിക്ക് നേടി കിട്ടിയിട്ടുണ്ട്. അതിൽ 2 അവാർഡ് എന്ന് പറയുന്നത്, ഒന്ന് MSME അവാർഡും. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ്. അതിന്റെ ഒരു അവാർഡ് നമ്മളെ കമ്പനി കിട്ടിയിട്ടുണ്ട്. കൂടാതെ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് 2021 നമ്മളെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണമുണ്ടായത് കൊറോണ ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉയർത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, UP ആണ്. ഈ ഭാഗങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ
ആയുഷുമായിട്ട് ചേർന്നിട്ട് 1000-ഓളം പ്രോഡക്റ്റ് കമ്പനി അവിടെ എത്തിച്ചു കൊടുത്തു. ഈ ആളുകൾ കൊറോണ ബാധിച്ച് ഡേഞ്ചർ സിറ്റുവേഷനിൽ കിടന്ന ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്നും റിക്കവർ ആയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് 2021 ആയുഷ് കൊറോണ യോധ അവാർഡ് നമ്മുടെ കമ്പനിക്ക് കിട്ടുകയുണ്ടായി. ഇന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അവാർഡാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഇത് നമ്മുടെ കമ്പനിക്ക്, അത് ഇൻവെന്റർ പയനിയർ ബയോമാഗ്നറ്റിക് മാട്രസ് മാനുഫാക്ചറിങ് എന്നുള്ളതിന്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ കമ്പനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഒരു റെക്കോർഡ് കിട്ടി, അവാർഡുകൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇത് കിട്ടിയതിന്റെ കാരണം നമ്മുടെയൊക്കെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കി തന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് 2 കാര്യത്തിനാണ്, ഹെൽത്ത്, 2 വെൽത്ത്. പക്ഷെ ഞാൻ പറയും, വെൽത്ത് എന്ന് പറയുന്നത് സമ്പാദ്യമാണ്, അതാണ് എല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ അതാണ് എല്ലാം. കാരണം അതില്ലാതെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ ആരോഗ്യമാണ് ആദ്യം വേണ്ടത്. ഈ ആരോഗ്യത്തെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ഒരു പ്രിവെന്റ്, അതായത് ഒരു ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സമ്പാദ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കണമെങ്കിൽ 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, 5 പഞ്ചഭൂതങ്ങൾ എന്ന് പറയപ്പെടും. 5 കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അത്യാവശ്യമാണ്. 1 എയർ, ശുദ്ധമായ വായു. അതുപോലെ തന്നെ വാട്ടർ, വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം. 3 നല്ല ഫുഡ്, ഓർഗാനിക് ഫുഡുകൾ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ സൺലൈറ്റ്. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. വായു ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം. വെള്ളം, ശുദ്ധമായ വെള്ളം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റാതെ 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസം ഒക്കെ പിടിക്കാൻ പറ്റും. ഭക്ഷണം ഇല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സൺലൈറ്റ് ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവജാലം പോലും നിലനിൽക്കില്ല. അതേപോലെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മാഗ്നറ്റ് എനർജി. ഭൂമിയുടെ ഒരു എനർജിയാണ്. ഭൂമിയിൽ നിന്നും നമ്മളെ മനുഷ്യ ശരീരത്തിലേക്ക് കിട്ടേണ്ട ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് എനർജി നേരിട്ട് കിട്ടിയപ്പോ നമ്മൾ ഒരു 10-15 വർഷം ബാക്കോട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഴയ ആളുകളിലൊക്കെ തന്നെ ഇന്ന് കാണുന്ന അസുഖങ്ങളെ പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം അവരൊക്കെ വെയില് നേരിട്ട് ഏറ്റിട്ടും പാടത്തും മറ്റും പണിയെടുത്ത് മണ്ണിൽ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആ ഒരു പ്രവണത വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പേരിട്ട് വിളിക്കുന്ന ഒട്ടനവധി അസുഖങ്ങളെ ഇന്ന് ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദൻ സാർ പറയുന്നുണ്ട്, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തമെന്ന്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ണിൽ പണിയെടുക്കുകയാണെങ്കിൽ ഇപ്പോ മുട്ടുവരെയുള്ള ഷൂകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തിൽ മണ്ണ് പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കവറിംഗ് ആണ് വരുന്നത്. ഈ മണ്ണിൽ നിന്ന് കിട്ടേണ്ട ഒരു എനർജിയെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കാരണമാണ് പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദൻ സാറ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം എന്നുള്ളത് പാദരക്ഷകളാണ് എന്ന് പറഞ്ഞത്. കോവിഷീൽഡ് പാർശ്വഫലങ്ങളേറെ. കോവിഷീൽഡ് എന്ന് പറഞ്ഞാൽ 2019 നമുക്ക് കൊറോണ വന്നതിന് ശേഷം നമുക്ക് വാക്സിൻ എടുത്ത ആളുകളിൽ കമ്പനി സംബന്ധിച്ച കേസാണ്. രക്തം കട്ട പിടിക്കാനും പക്ഷാഘാതത്തിനും ഇടയാക്കും. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഏറെയെന്ന് സമ്മതിച്ചു നിർമ്മാതാക്കൾ. ഒട്ടനവധി മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് ഒരു വീട്ടില് ഒരസുഖമില്ലാത്ത ഒരു വീട് പോലും നമുക്ക് ഇന്ന് എടുക്കാനില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളുടെ ജീവിത ശൈലിയിലുള്ള ഓരോ മാറ്റങ്ങളുമാണ് അതിന് കാരണം. ഈ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഓരോ മരുന്നുകൾ കഴിക്കും. ചെറിയൊരു പനി വന്നാൽ നമ്മൾ ഓടിപ്പോയി മരുന്ന് കഴിക്കും. ഈ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ച മരുന്നുകളെ നിരോധിച്ച് കളയുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇത് ഒരു പിക്കാണ്. ഇതിനെക്കുറിച്ച് കുറെ പറയേണ്ടി വരും. കാരണം സയൻസ് എന്ന് പറയുന്നതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. വളരെ ഷോർട്ടായിട്ട് പറയാണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാനുണ്ടാവും. ഏറ്റവും അധികം മരുന്ന് കഴിക്കുന്നത് കേരളമാണ്. 3 വർഷത്തിനിടെ കേരളം വീട്ടിലേക്ക് 30 കോടിയുടെ ഡോളോ
മരുന്ന് 48 മരുന്നിന് ഗുണനിലവാരമില്ല. ക്യാൻസർ റിസ്ക് കേരളം. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യം 2 വർഷം കുറഞ്ഞു. മനുഷ്യ ആയുസ് ഒരു ദശാബ്ദത്തിൽ താഴ്ന്ന നിലയിൽ ലോകാരോഗ്യ സംഘടന പറയുന്നതാണ്, WHO പറയുന്നതാണ്. അതായത് 10 വർഷം നമുക്ക് കിട്ടിയിരുന്നത് 2 വർഷം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയും ഡോക്ടർമാർക്കൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാ ആളുകളിലും ബാധിക്കുന്ന സംഭവമാണ് മരണം. പക്ഷെ അതിനൊരു ഫാസ്റ്റ് കിട്ടി എന്നുള്ളതാണ് ഇപ്പൊ ഈ നമ്മളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം. ഡോക്ടർ ഗൗരവ് ഗാന്ധി 41 വയസ്സാണ്. ജാംനഗറിൽ SM ഷാ മെഡിക്കൽ കോളേജിലെ ഒരു ബെസ്റ്റ്, അതായത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. 16,000-ഓളം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ പൾസ് അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം 2023 ജൂൺ മാസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലൈസ് ആയി. ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. തിരിച്ചു വീട്ടിൽ വന്നു. അദ്ദേഹം കുറച്ച് സമയം കൊണ്ട് ആള് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. കാരണം ഞാനിത് പറഞ്ഞ അതുപോലെ തന്നെ കണ്ണൂരിലെ ഡോക്ടർ പ്രേംലാൽ ന്യൂറോ സർജൻ ആണ്. അദ്ദേഹവും സൈലന്റ് അറ്റാക്ക്, പെട്ടെന്ന് അറ്റാക്കാണ് സംഭവിക്കുന്നത്, പെട്ടെന്നാണ്. അപ്പോൾ ആളുകൾ ഡോക്ടർമാരാണോ സാധാരണക്കാരനാണോ VIP ആണോ ഒന്നുമില്ല. കാരണം എന്താ പറയുക, ബ്ലഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആളുകൾ ലോകത്തോട് വിട പറയും. ഈ ബ്ലഡ് സർക്കുലേഷൻ ഈസ് എ ഡിസ്റ്റർബ്ഡ്. നമ്മളെ സർക്കുലേഷൻ ഡിസ്റ്റർബ് ആണ്. നമ്മൾ ഓരോ ഏജ് കൂടുന്തോറും നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കറക്റ്റ് ആയിട്ട് രക്തത്തെ എന്ത് ചെയ്യണം, ഫ്ലോ ചെയ്യാൻ സഹായിക്കണം. ഇതിന് സഹായിക്കാൻ കുറവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ന്യൂട്രീഷൻ സപ്ലൈ, സെല്ലുകളിലേക്ക് ന്യൂട്രീഷൻ എത്തിക്കാൻ സാധിക്കില്ല, സെല്ലുകളിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, ശരീരത്തിലെ വേസ്റ്റിനെ പുറന്തള്ളാൻ സാധിക്കില്ല, ഹോർമോൺ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അതായത് അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ കറക്റ്റ് ആയിട്ട് സാധിക്കൂല. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ബോഡിയിലെ ടെമ്പറേച്ചർ കറക്റ്റ് ഒരേപോലെ നിർത്താൻ സാധിക്കൂല. അതുപോലെ തന്നെ ആന്റിബോഡി പ്രൊഡക്ഷൻ കറക്റ്റ് ആക്കാൻ സാധിക്കില്ല. അതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോൾ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന 99% കോഴ്സസ് ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡർ ഓർ എനി ടൈപ്പ് ഓഫ് ഡിസ്ഫങ്ഷൻ ഓൺലി ഡ്യൂ ടു ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ എന്നാണ്. ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിലുള്ള 99% ഡിസീസുകൾ അല്ലെങ്കിൽ ഡിസോർഡറുകൾ എന്ന് പറയുന്നത്, അസുഖങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്സിജൻ പ്രോപ്പർ ആകാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതിനെ പ്രോപ്പർ ആക്കാൻ സാധിക്കുന്ന ഒരു തെറാപ്പിയാണ്. നമ്മൾ ഒരുപാട് തെറാപ്പികൾ കേട്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പി, ആയുർവേദം, അക്യുപഞ്ചർ, മഡ് തെറാപ്പി, ക്ലാപ്പ് തെറാപ്പി, വാട്ടർ തെറാപ്പി, ഇങ്ങനെ ഒരുപാട് തെറാപ്പികൾ ഇന്ന് ലോകത്തുണ്ട്. ഇതെല്ലാം തന്നെ ഈ നാച്ചുറൽ ചെയ്യുന്ന തെറാപ്പിയാണ്. ഈ തെറാപ്പി ഒക്കെ തന്നെ ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അതേപോലെ ആയുഷിന്റെ അംഗീകാരത്തോടു കൂടി തന്നെയുള്ള ഒരു തെറാപ്പിയാണ് ബയോമാഗ്നറ്റ് തെറാപ്പി. ഈ തെറാപ്പിക്ക് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നിയോഡൈമിയം എന്ന് പറയുന്ന ബയോമാഗ്നറ്റിക് ഹീലിംഗ് തെറാപ്പിയാണ്, മെറ്റീരിയൽ ആണ്. ഇതിനെ ഒരു ഭൂമിയിൽ നിന്നും ഒരു 600-800 അടി താഴ്ചയിൽ നിന്നും കുഴിച്ചെടുത്തത്, അതിനെ മൈൻ ചെയ്തെടുത്തിട്ട് അതിനെ നമ്മുടെ സാഗർ സാറ് എന്ത് ചെയ്തു, ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ബട്ടൺസ് രൂപത്തിൽ ഒരു നിക്കൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റുകളിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മാഗ്നറ്റ്, കാന്തം നമ്മൾ കണ്ടിട്ടുണ്ട്, അയൺ മാഗ്നറ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അയൺ മാഗ്നറ്റ് ഇലക്ട്രോണിക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അത് മനുഷ്യൻ നിർമ്മിക്കുന്ന കാന്തമാണ്. എന്നാൽ ബയോമാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റയർ എർത്ത് മാഗ്നറ്റ് ആണ്, കിങ് ഓഫ് മാഗ്നറ്റ് എന്നറിയപ്പെടും. ഈ മാഗ്നറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബയോമാഗ്നറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫസറാണ്, കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റോഞ്ചിയട്ടാവോ. അദ്ദേഹം പറയുന്ന റെഡ്യൂസിങ് ബ്ലഡ് വിസ്കോസിറ്റി വിത്ത് മാഗ്നറ്റ് ഫീൽഡ് ടു ക്യൂർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രിവെന്റ് ഹെർട്ട് അറ്റാക്സ് ആൻഡ് സ്ട്രോക്ക് എന്നാണ്. അതായത് ഈ മാഗ്നറ്റിന്റെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ക്യൂർ, അതിന് സംരക്ഷണം കിട്ടും. അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് സ്ട്രോക്ക് അതിന് ഒരു പ്രിവെൻഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു മരുന്നല്ല, ഇതൊരു തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെന്റ്, നമ്മളൊരു നാച്ചുറൽ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് മീൻസ് മരുന്നായിട്ട് ഉപയോഗിക്കാനല്ല എന്നർത്ഥം. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്ട്രോക്ക്, അറ്റാക്ക് പോലുള്ളതിൽ നിന്നും ഒരു പ്രിവെൻഷൻ നമുക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മിനിസ്റ്റർ ഓഫ് ആയുഷിന്റെ മാഗ്നറ്റ് തെറാപ്പി എന്നടിച്ചു കഴിഞ്ഞാൽ വളരെ
ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആസ്ട്രോനോട്സുകളൊക്കെ അവരുടെ ഡ്രസ്സിലും ഷോവിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരു 3000 വർഷം മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ബയോമാഗ്നറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഒന്നാണ് റിസ്റ്റ് ബാൻഡ്. റിസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 33 മാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ റിസ്റ്റിൽ കെട്ടുക എന്നുള്ളതാണ്. റിസ്റ്റിൽ കെട്ടുന്ന പക്ഷം നമ്മൾ പകൽ സമയത്ത് നമ്മളെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടുമ്പോൾ നമ്മളെ ബോഡിയിൽ പകൽ സമയത്ത് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, ഓക്സിജൻ പ്രോപ്പർ ആക്കാൻ സാധിക്കും. ഇതുമൂലം നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടനവധി ഡിസീസുകളെ റിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഒരു ഡിസീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിസീസ് വരാതിരിക്കാൻ ഒരു പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡ് നല്ല തലവേദനയൊക്കെ വരുന്ന സമയത്ത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഴിച്ചിട്ട് എന്ത് ചെയ്യാം, തലക്ക് ചുറ്റിയിട്ട് കെട്ടാനും സാധിക്കും. അങ്ങനെ തലക്ക് ചുറ്റി കെട്ടിയ തലവേദനയൊക്കെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ തലവേദനയിൽ നിന്നും മാറ്റം കിട്ടും. പെയിൻ കില്ലർ പോലുള്ള അപകടകരമായിട്ടുള്ള ടാബ്ലറ്റ്സുകളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തലവേദനയെ ഇല്ലാതെ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ മൈഗ്രെയിൻ പോലുള്ളതും ഒട്ടനവധി ഡിസീസുകളിൽ നിന്നും നമുക്ക് റിവേഴ്സിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് ഭാഗത്താണോ പെയിൻ വരുന്നത് ആ ഭാഗത്തെല്ലാം തന്നെ നമുക്കിതൊരു പെയിൻ കില്ലർ ആയിട്ട് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ വാട്ടർ എനർജി പാഡ്, 40ഓളം മാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുള്ള ബയോമാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ എനർജി പാഡ്. നമ്മളൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. നമ്മളൊക്കെ ഒരു 10-30 വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ശുദ്ധമായ പച്ചവെള്ളത്തെ കൊന്നിട്ട് കുടിക്കുന്ന ആളുകളാണ്. കാരണം അങ്ങനെ കൊന്നു കുടിക്കുമ്പോൾ ആ വെള്ളം തിളപ്പിച്ചാറ്റുന്ന സമയത്ത് ആ വെള്ളത്തിലുള്ള ലവണങ്ങളെല്ലാം നഷ്ടപ്പെടും. ഈ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയം എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ ശരീരത്തിലേക്ക് വേണ്ട ലവണങ്ങളൊക്കെ തന്നെ അത് നഷ്ടപ്പെടുത്തും. ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മളെ രക്തം കൊഴുപ്പ് കൂടും, പല സംഭവങ്ങളും ബോഡിയിൽ നടക്കും. നമ്മളെ കോശങ്ങളിലേക്ക് എത്തേണ്ട വൈറ്റമിനുകളും മറ്റു സംഭവങ്ങളൊന്നും എത്തിക്കാൻ സാധിക്കാതെ വരും. ശരിക്കും ശുദ്ധമായ പച്ചവെള്ളമാണ് മനുഷ്യൻ കുടിക്കേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ശുദ്ധമായ പച്ചവെള്ളം. സക്കീർ അവിടെ സൂമിൽ പറഞ്ഞിരുന്നു, ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് എല്ലാ കിണറിലെയും വെള്ളം ശുദ്ധമായിരിക്കണം എന്നില്ല. ശുദ്ധമായ പച്ചവെള്ളം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അത് നമ്മളെ ബയോമാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാഡ് എന്ത് ചെയ്യാം, ഒരു ചില്ല് ബോട്ടിൽ എടുത്തിട്ട്, ഏറ്റവും നല്ല ചില്ല് ബോട്ടിലാണ്, അതല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് എടുത്തിട്ട് അതിൽ ശുദ്ധമായ പച്ചവെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളെ ബയോമാഗ്നറ്റ് വാട്ടർ എനർജി പാഡ് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലൂടെ ഇതിന്റെ ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ തന്മാത്ര എന്ന് പറയുന്നത് 15-20 മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ ഒരു 5-6 മോളിക്യൂൾസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊരിക്കലും വെള്ളത്തെ ശുദ്ധീകരിക്കുകയോ വെള്ളത്തിന്റെ ഘടനയെ മാറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. വെള്ളത്തിന്റെ കട്ടി കുറയും. ഈ വെള്ളം ശുദ്ധമായ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ബോഡിയിലേക്ക് അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യും, രക്തം കറക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും. അതായത് വിസ്കോസിറ്റി, ബ്ലഡിലുള്ള കട്ടി കുറയും. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കോശങ്ങളിലേക്ക് എന്ത് ചെയ്യും, ബ്ലഡ് പോവും. ബ്ലഡ് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള അഴുക്കിനെയെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ രക്തം കറക്റ്റ് ആയിട്ട് ഓടും എന്നുള്ളതാണ്. എല്ലാ പാർട്ടിലേക്കും രക്തം എത്തും. അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് ആണ്. നമ്മളെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമുക്ക് വേണ്ട വിധത്തിൽ നമ്മളെ ബോഡിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ്. റിസ്റ്റ് ബാൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ ബയോമാഗ്നറ്റ് വാട്ടർ എനർജി പാഡ് ആണെങ്കിലും, വാട്ടർ എനർജി പാഡ് ബോട്ടിൽ ചുറ്റിപ്പോ വെള്ളം കുടിക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഇപ്പോ WHO കണക്ക് പ്രകാരം 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിനാണ് കുടിക്കുന്നത്. ഇപ്പൊ ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ എത്ര കുടിക്കുക, 3 ലിറ്റർ വെള്ളം കുടിക്കണം. ലേഡീസുകളാണ് 2.5 കുറയാതെ കുടിക്കണം. അങ്ങനെ കുടിക്കുകയാണെങ്കിലാണ് ബോഡിയിലെ 70% വെള്ളമാണ്. ആ വെള്ളത്തെ കറക്റ്റ് ആയിട്ട് തുലനം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഈ വെള്ളത്തിൽ നിന്നും കിട്ടേണ്ട കുറെ കാര്യങ്ങളാണ് നമുക്ക് ബ്ലഡിൽ നിന്നും കോശങ്ങളിലേക്കും നമ്മളെ അവയവങ്ങളിൽ കറക്റ്റ് ആക്കാൻ സാധിക്കുന്നത്. 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന്, 60 കിലോക്ക് 3 ലിറ്റർ വെള്ളം എന്ന കണക്കിന് നമ്മൾ കുടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഡക്റ്റ് രാത്രി കിടക്കുന്ന സമയത്ത് വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാലിൽ ചുറ്റിക്കെട്ടണം. വെരിക്കോസ് ഉള്ള കാലിൽ ചുറ്റിക്കെട്ടുമ്പോൾ കാലിലെ വെയിനൊക്കെ ഇപ്പൊ എത്ര ബൾജ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അതിനെ പതുക്കെ റിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മുറിച്ച് കളയാൻ വെച്ച കാലുകൾ വരെ നമ്മളെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് മുറിച്ച് കളയാതെ 2 കാലിൽ നടക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ റിസൾട്ടുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ വെള്ളം നിങ്ങൾ കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിരാവിലെ എണീറ്റ പാട്
വെറു വയറ്റിൽ ഒരു 4-5 കവിള് കുടിക്കുക. വൈകുന്നേരത്തിലിടക്ക് നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കിലോ 20 കിലോ പിന്നെ 20 കിലോ വെയിറ്റിന് ഇപ്പൊ ഒരു 60 കിലോ ഉണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം എന്ന കണക്കിന് നിങ്ങൾ കുടിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പില്ലോ പാഡ് ഉണ്ട്. തലയിണന്റെ കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ തല അതിൽ വെച്ച് കിടക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ അഴുക്കാവരുത്. അഴുക്കായാൽ ഇത് അലക്കാൻ പാടില്ല, ചൂട് നേരിട്ട് ഏൽപ്പിക്കാൻ പാടില്ല. കാരണം അലക്കി കഴിഞ്ഞാൽ ഇത് ഒരു മണ്ണാണ്, ഒരു മാഗ്നറ്റ് സോയിലാണ്. അപ്പൊ ഈ സംഭവം അലിഞ്ഞു പോകും, അതിലെ പവർ നഷ്ടപ്പെടും കണ്ടിന്യൂ ആയിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം, ഇപ്പോ തലേന്റെ കവറിന്റെ ഉള്ളിൽ വെച്ച് കിടക്കാൻ പറയുന്ന അതിൽ അഴുക്കായി കഴിഞ്ഞാൽ അലക്കാനും കവറിന്റെ കവർ കൊണ്ടുപോയിട്ട് അലക്കാം. അപ്പോ തലേന്റെ കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് തല അതിൽ വെച്ച് കിടക്കുന്ന സമയത്ത് തലയുടെ പാർട്ടിലേക്ക്, തലച്ചോറ്, കണ്ണ്, മൂക്ക്, ചെവി, പല്ല് എല്ലാ പാർട്ടിലേക്കും എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും. ഒപ്പം ഓക്സിജൻ പ്രോപ്പർ ആവും. ഇത് രണ്ടും പ്രോപ്പർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലുള്ള എന്താണോ ഡിസോർഡർ ആയിട്ട് നിൽക്കുന്നത് അതൊക്കെ ഓർഡറിലേക്ക് വരാൻ തുടങ്ങും. അതേപോലെ തന്നെ 6-3 സൈസ് ഒരാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. 6-3 സൈസ് ഡീലക്സിലാണ്, സൂപ്പർ ഡീലക്സിലാണ് 130ഓളം മാഗ്നറ്റ് ഉണ്ട്. ഈ മാട്രസ് പാഡ് ബെഡിൽ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു കോട്ടന്റെ ഷീറ്റ് വിരിച്ചിട്ട് അതിൽ കിടക്കുക. ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറക്കത്തിൽ നമ്മളെ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഈ സമയത്ത് നമ്മൾ ഇതിൽ കിടക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഈ മാഗ്നറ്റിന്റെ ഒരു വൈദ്യുതി പോലെ നമ്മളെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, വൈദ്യുതി മീൻസ് നമ്മളെ ബോഡിയിൽ ഒരു മൈന്യൂട്ട് വൈദ്യുതി ഉണ്ട്. ഇതുമായിട്ട് മിങ്കിളായിട്ട് നമ്മളെ ബോഡിയിൽ സർക്കുലേഷൻ, ഒരു പുഷ് പുൾ ആക്ഷൻ ബ്ലഡിനെ ചെയ്യാൻ സഹായിക്കും. ഒരു ഫ്ലോ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, ഒരു പ്രൊട്ടക്ഷൻ, മാഗ്നറ്റിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എന്ത് ചെയ്യും, ബോഡിക്ക് കിട്ടും. ഈ സമയത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യും, ഉറങ്ങുന്ന സമയത്ത് ക്ലീൻ ചെയ്യപ്പെടും. രക്തത്തിലുള്ള കൊഴുപ്പിനെ, കോശങ്ങളിലുള്ള അഴുക്കിനെ, എല്ലാ പാർട്ടിലും 79ഓളം അവയവങ്ങളുള്ള നമ്മളെ ബോഡിയെ ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, നല്ല ഫ്രഷ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും. കറക്റ്റ് ആയിട്ട് ഡീപ്പ് സ്ലീപ്പ് ഇടും. നമ്മളെ ബോഡിയിലുള്ള എന്താണോ ഡിസോർഡർ ആയിട്ട് നിൽക്കുന്നത്, ബോഡി പെയിനുകളായിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിക്കുന്ന എന്ത് രോഗമാണോ, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ 220 പരം ഡിസീസുകൾ, ഡിസോർഡറുകളെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പതുക്കെ പതുക്കെ പതുക്കെ. ഇന്ന് ഉപയോഗിച്ച് നാളെ മാറാൻ ഇത് മരുന്നല്ല. പക്ഷെ ക്രമേണ നമ്മളെ സർക്കുലേഷൻ കറക്റ്റ് ആവുമ്പോൾ ഈ പറയുന്ന ബോഡിയിലുള്ള ഡിസോർഡറുകളെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യും, ഡൈജഷൻ സിസ്റ്റം കറക്റ്റ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, സ്ട്രെസ് ലെവൽ കുറക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എനർജി ലെവൽ കൂട്ടാൻ സാധിക്കും. നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ റിലീഫ് ചെയ്യും. ഡീപ്പ് സ്ലീപ്പ്, ഉറക്കമില്ലാത്ത ആളുകൾക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇത് പിന്നെ നല്ലൊരു ഉറക്കമരുന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഒട്ടനവധി ആളുകൾക്ക് നല്ല ഉറക്കം പ്രദാനം ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുറക്കാൻ സാധിക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ ജോയിന്റ് പെയിനുകൾ, അതേപോലെ ഡിറ്റോക്സിഫിക്കേഷൻ, ആസ്മ, ബ്ലീഡിങ് ഗം, അതുപോലെ ജോയിന്റുകളിലുള്ള പെയിനുകൾ, ഇഞ്ചുറി, അതേപോലെ സ്പോണ്ടിലോസിസ്, കിഡ്നി സ്റ്റോൺ, ഹാർട്ട് അറ്റാക്ക്, ഡീഹൈഡ്രേഷൻ, ഫുള്ളി ബോഡി ഫ്ലെക്സിബിലിറ്റി, നീ പെയിന്, മൗത്ത് അൾസർ, അതായത് വായ്പുണ്ണ് പോലുള്ള സംഭവങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രമേണ മാറ്റി കൊണ്ടുവരാൻ സാധിക്കും പ്രോഡക്റ്റിൽ കറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 വിഭാഗക്കാർ: പ്രഗ്നന്റ് ആയവർ ഉപയോഗിക്കരുത്, പേസ് മേക്കർ വെച്ചവർ ഉപയോഗിക്കരുത്, ഇലക്ട്രോണിക്സ് ഇൻസുലിൻ പമ്പ് വെച്ചവർ ഉപയോഗിക്കരുത്, ഗാഡ്ജറ്റുകളൊന്നും തന്നെ നമ്മൾ ബെഡിൽ ഈ മാട്രസ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കരുത്. അതേപോലെ അലക്കാൻ പാടില്ല, സൂര്യപ്രകാശം നേരിട്ട് കണ്ടിന്യൂ ആയിട്ട് ഏൽപ്പിക്കാതിരിക്കുക. ഈ പ്രോഡക്റ്റ് ഇന്ന് സത്യത്തിൽ കമ്പനിയുടെ ഒരു സന്തോഷം, നമുക്കൊക്കെ ഒരു സന്തോഷം തരുന്ന ഒന്ന് ഈ കമ്പനിക്ക് കിട്ടിയതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അവാർഡ് എന്ന് പറയുന്നതാണ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ. ഇത് നമ്മൾ MD ബഹുമാനപ്പെട്ട സാഗർ സാർ സ്വീകരിക്കുന്നത് ഓണറബിൾ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര ശ്രീ രമേശ് ബൈസ് സാറിൽ നിന്നും നമ്മുടെ സാഗർ സാർ സ്വീകരിക്കുന്നതാണ്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു, നമുക്കൊക്കെ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ബെസ്റ്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതിന്റെ ആണ് ഈ ബെസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡ്. അതേപോലെ തന്നെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡോട് കൂടിയിട്ടുള്ള ഒരു മോർ പവർ അകത്തേക്ക് കഴിക്കാൻ, അതായത് ദി ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി ഹെർബ്സ്.
44ഓളം ആയുർവേദ ഇൻഗ്രീഡിയന്റ്, അതായത് ആയുർവേദ ചേരുവകളോട് കൂട്ടിയിട്ടുണ്ടാക്കിയ യാതൊരുവിധ എസൻസുകളും ആഡ് ചെയ്യാത്ത ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ബ്ലഡിനെ കറക്റ്റ് ചെയ്യാൻ അകത്തേക്ക് കഴിക്കാൻ പറ്റിയ, അതായത് അത്രയും, അതായത് എന്താ പറയാ, എലൈച്ചി, അതേപോലെ തന്നെ റോയൽ ജെല്ലി, അതേപോലെ ആൽമോണ്ട്, ബദാം എന്ന് പറയും, അതേപോലെ ബ്രഹ്മി തുടങ്ങിയ 44ഓളം ആയുർവേദ ചേരുവകളോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു ബെസ്റ്റ് ലേഹ്യമാണ് മോർ പവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൽക്കലൈൻ പനാസിയ മാഗ്നറ്റോ വാട്ടർ മെഷീൻ, നമ്മൾ ആൽക്കലൈൻ വാട്ടർ, അതിന്റെയൊക്കെ പിന്നെ ക്ലാസ്സുകളൊന്ന് ആൽക്കലൈൻ്റെ ഒക്കെ ആയിട്ട് പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ ആ പ്രോഡക്റ്റിനൊക്കെ വളരെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ബ്ലൂബെറി, കിവി, ഗ്രീൻ മുരിങ്ങ ലീഫ്, അതേപോലെ അലേവേര, നോനി, സഫേദ് മുസലി, സീബക്തോൺ, അതേപോലെ തന്നെ മാംഗസ്റ്റീൻ എന്ന് പറയുന്ന 25ഓളം ഫ്രൂട്ടുകളുടെയും വിത്തുകളുടെയും സത്തെടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് ജ്യൂസാണ് അൾട്രാ ബെറി ജ്യൂസ്. ഷുഗർ പേഷ്യന്റിന് വരെ ആളുകൾക്കനുസരിച്ച് അതിന്റെ അളവുകൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഷുഗർ പേഷ്യന്റിന് വരെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാറ്റം കിട്ടും എന്നുള്ളതാണ്. അത്ര ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അൾട്രാ ബെറി ജ്യൂസ്. 11ഓളം ഗ്രന്ഥികൾ, നമ്മളെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും, അതുപോലെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും, അതേപോലെ തന്നെ തൈറോയിഡ്, അത് മെന്റൽ ഫോക്കസ്, ഹെൽത്ത്, അതായത് ഡെന്റൽ ഹെൽത്ത്, അതേപോലെ നമ്മളെ എനർജി, അതായത് സ്റ്റാമിന കൂട്ടാനും സ്ട്രെങ്ത് ഉണ്ടാവും, അതേപോലെ തന്നെ ഇഞ്ചുറി റിക്കവർ ചെയ്യാൻ, സ്കിന്നിന്റെ ഡിസീസ്, ഹൈപ്പർ ആസിഡിറ്റി, അതേപോലെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ, അതേപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ, അതേപോലെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനും കൂടുതലുള്ളതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ജ്യൂസാണ്. അതേപോലെ തന്നെ പ്യുവർ ഗീർ പശുവിന്റെ ഒറിജിനൽ നോ ആഡഡ് പ്രിസർവേറ്റീവ് ആൻഡ് എസെൻസ്, യാതൊരു വിധ പ്രിസർവേറ്റീവ് എസെൻസും ഇല്ലാതെ മേക്കിംഗ് ഇറ്റ് 100% പ്യുവർ ആൻഡ് ഹെൽത്തി ഗീ. പ്യുവർ ഗീ ആണ് നമ്മളെ കമ്പനിയിലുണ്ട്. അതേപോലെ തന്നെ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് സപ്ലിമെന്റ് നമ്മളെ കമ്പനിയിലുണ്ട്. മുടിയുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ബ്യൂട്ടി വൈറ്റൽ, അതുപോലെ ഹെൽത്ത്, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ജോയിന്റ് ഗാർഡ് എന്ന് പറയുന്ന ജോയിന്റുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഒമേഗ 3 പ്യുവർ വെജിറ്റേറിയൻ, അതായത് കടൽ കളകൾ എന്നറിയപ്പെടുന്ന പായൽ എടുത്തിട്ടുള്ളതാണ്. കാരണം ഒമേഗ 3 എന്ന് പറയുന്നത് മീനെണ്ണയിൽ നിന്നും എടുക്കുന്നതാണെങ്കിൽ ഇത് പ്യുവർ വെജിറ്റേറിയൻ, ഏത് പിന്നെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒമേഗ 3 നമ്മുടെ കമ്പനിയിൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഗർ ഉള്ള പേഷ്യന്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഷുഗർ ബാലൻസ് ഉണ്ട്, ലിവർ ക്ലീൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോൾഡ് ജലദോഷത്തിനെ റിലീഫ് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഡിറ്റോക്സ് ഉണ്ട്, അതേപോലെ തന്നെ മെമ്മറി മാക്സ്, ഡീപ്പ് സ്ലീപ്പ് തുടങ്ങിയിട്ടുള്ള 10ഓളം ഫുഡ് സപ്ലിമെന്റ് നമ്മളെ കമ്പനിയിലുണ്ട്. ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ടാവും, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് സോപ്പ്, അതായത് ഒറിജിനൽ വെളിച്ചെണ്ണയിൽ നിർമ്മിച്ചിട്ടുള്ള ഓൾ സീസണിൽ, ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റിയ, ഓൾ സ്കിൻ, ഏത് സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സോപ്പാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് നാച്ചുറൽ സോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, മിസ് വാക്കിന്റെ ടൂത്ത് പേസ്റ്റിന്റെ ഫേസ് വാഷ്, അലോവേരന്റെ ഫേസ് വാഷ്, ബോഡി ലോഷൻ, ഷവർ ജെല്ല്, അതേപോലെ തന്നെ ഹാൻഡ് വാഷ്, ഷാംപൂ തുടങ്ങിയ പ്രോഡക്റ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെന്റ്സ് ഷൂകള്, ചപ്പൽസുകൾ ഉണ്ട്, അത് മാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇന്ന് ഭൂമിയിൽ രാസവളങ്ങളാൽ മലിനമാക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ടെറാ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓർഗാനിക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, അതായത് ഒരേ ടൈമിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇപ്പോ സോയിൽ ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ പ്ലാന്റ് ഹെൽത്ത് കെയർ, അതേപോലെ ഫ്രൂട്ട് ഹെൽത്ത് കെയർ തുടങ്ങിയിട്ടുള്ള 5 ടൈമിൽ ഒരു ചെടിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ടെറാ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് നമുക്ക് കമ്പനിയിലുണ്ട്. അതേപോലെ പിൻ ടു പ്ലേറ്റ് എന്ന ലെവലിലാണ് കമ്പനി പ്ലാൻ ചെയ്തത്. അതേപോലെ ഒരുപാട് ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 28 ലക്ഷം കസ്റ്റമർ, 28 ലക്ഷത്തിൽ പരം കസ്റ്റമർ ഇന്ന് ഹാപ്പി ആയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് 10 വർഷത്തോളം നമ്മുടെ പിന്നെ തൊട്ടിൽപ്പാലത്തുള്ള നിഷ സുനിൽകുമാർ എന്ന് പറയുന്ന മാഡം ഉപയോഗിച്ച് വെറും 28 ദിവസം കൊണ്ട് അവരുടെ ആ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്തു. നമ്മളെ ഈ ബയോമാഗ്നറ്റിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ വയറ് വീർത്തു വരുന്ന ഒരു അസുഖമായിരുന്നു, അത് റിലീഫ് കിട്ടി. അതേപോലെ തന്നെ ജോഷി ശങ്കർ എന്ന് പറയുന്ന തൃശ്ശൂരിലെ വ്യക്തിയാണ്, അദ്ദേഹം 1.5
വർഷത്തോളം കാർബങ്കിൾ എന്ന് പറയുന്ന കഴുത്തിന്റെ ബാക്കിൽ ഒരു കുരു ഉണ്ടായതാണ്. അത് പൊട്ടി 1.5 വർഷം പാരലൈസ് ആയിട്ട് 3.5 മാസം കൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിലീഫ് കിട്ടി. കാരണം 1.5 വർഷം പാരലൈസ് ആയിട്ട് 5 വർഷം, ഏകദേശം 5 വർഷത്തോളം പിടിക്കും അത് റിലീഫ് ആകാൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ പ്രോഡക്റ്റ് 1.5 വർഷം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് കിട്ടി. അത് ഉപയോഗിച്ച് 3.5 മാസം കൊണ്ട് ഇതേപോലെ റിലീഫായി അദ്ദേഹം ഓടിച്ചാടി നടക്കുന്നുണ്ട് എന്നതാണ്. അതേപോലെ തന്നെ മഞ്ചേരിയിലെ മിനി മാഡം, അവര് ഈ കാല് മുറിക്കാൻ വെച്ചതായിരുന്നു. ആ കാല് നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടനവധി റിസൾട്ടുകളുണ്ട്, എല്ലാം പാടെ പറയാൻ സമയം കുറവാണ്. അതേപോലെ തന്നെ VVIP തൊട്ട് സാധാരണക്കാർ വരെ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മളെ കമ്പനിക്ക് മാത്രമാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളെ കമ്പനിയിലാണ് ഇതേപോലുള്ള വ്യക്തികൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ നോക്കി നോക്കൂ, ആയുഷിന്റെ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഋഷികേശ് പട്ടേൽ, അതേപോലെ ഡാമൻഡിയുടെ ലാലുഭായ് പട്ടേൽ, നിതിൻ ഗഡ്കരി, അതേപോലെ തന്നെ ഗുജറാത്തിന്റെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ, ഏകനാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററാണ്. അതേപോലെ ഗോവയുടെ CM, അതേപോലെ തന്നെ പോലീസ് കമ്മീഷണർ ACP ഡൽഹിയിലെ സുരേന്ദർജിത്ത് കൗർ, ജെർലിൻ സ്കറിയ, അതായത് പോലീസ് ബെച്ചൂച്ചിറയിലെ CI ആണ്. അതേപോലെ തന്നെ രാജു ഭാർഗവ് രാജ്കോട്ടിലെ പോലീസ് കമ്മീഷണറാണ്. അതേപോലെ പുന്നപ്ര SI മധു സാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആശ ലക്രെ, അതേപോലെ വാട്ടർ തലേപ്പള്ളി, അതേപോലെ പാണക്കാട് ഷമീർ അലി ഷിഹാബ് തങ്ങള്, അമീദ് അലി ഷിഹാബ് തങ്ങള്, സിനിമാ മേഖലയിലേക്ക് വന്നാൽ, സിനിമ സീരിയൽ മേഖലയിലേക്ക് വന്നാൽ പട്ടാമ്പി മണികണ്ഠൻ, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിലെ ഡോക്ടർ സുധ മാഡം, അതേപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജുവിലെ സേവ്യർ, അതായത് ബേബി സേവ്യർ, സിനിമ സീരിയൽ താരം മഞ്ജു വിജീഷ്, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആളുകൾ, ടിനി ടോമൻ, മനോജ് ബീനാനാനി, ഭീമൻ രഘു, സജു നവോദയ, AM ആരിഫ്, അഡ്വക്കേറ്റ് ആണ്, MLA ആണ് ആലപ്പുഴ, അതേപോലെ ചാണ്ടി ഉമ്മൻ സാർ, അതേപോലെ ഡലീമ ജോജോ, കോവൂർ കുഞ്ഞുമോൻ, ഇങ്ങനെ തുടങ്ങിയ ഡോക്ടേഴ്സിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഹുസാമ റേഡിയോളജിസ്റ്റ് ആണ്, ക്രസന്റ് ഹോസ്പിറ്റലിൽ കോഴിക്കോട്, അതേപോലെ തന്നെ ആയുർവേദ രസായന ആയുർവേദ മാധവചന്ദ്രൻ സാർ, അതേപോലെ കൊച്ചിയിലെ ഭരതൻ, ഡോക്ടർ P ഭരതൻ സാർ, ഡോക്ടർ അബ്രഹാം സാർ, ഡോക്ടർ അരവിന്ദ് ഭട്ട്, അശോക് ഹോസ്പിറ്റൽ കണ്ണൂരിലാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒട്ടനവധി ഡോക്ടേഴ്സുകൾ ഇന്ന് ഈ കേരളത്തിൽ തന്നെ ഒരു 200-ൽ പരം ഡോക്ടേഴ്സ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർ മാത്രമല്ല, ഏത് തരത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ ശരീരത്തിലും രക്തം ഓടിയെങ്കിലുള്ളൂ ജീവൻ ഉണ്ടാവുക. ആ രക്തം കറക്റ്റായിട്ട് ഓടുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പറ്റുന്ന, അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അതിന് സഹായിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്, ബയോമാഗ്നറ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇത് ഒരു ബിസിനസ് അവസരമായിട്ട് വേണ്ടവർക്ക് എടുക്കാം. ഒരു നിർബന്ധവുമില്ല ബിസിനസ് ചെയ്യണമെന്ന്. പ്രോഡക്റ്റ് എടുത്ത് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിച്ച് മരിക്കാം. അങ്ങനെ വേണ്ടവർക്ക് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാം. അല്ല, ഇത് ഒരു തൊഴില്, ഇന്നൊരു തൊഴില് നിർബന്ധമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടതാണ്. ഇന്ന് എത്ര പേര് തൊഴിലിന് വേണ്ടിയിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കേസാണ്. ഈ സമയത്താണ് നമുക്ക് ഈ ഒരു അവസരം അവരുടെ മുമ്പിലേക്ക് നമ്മൾ വശം എത്തുകയാണെങ്കിൽ നമുക്കും അവർക്കും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഹാപ്പി ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽത്തും നല്ലൊരു വെൽത്തും നല്ലൊരു ഹാപ്പി സന്തോഷവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ് അവസരം നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, നബാർഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല. കേരളത്തിലെ കുടുംബങ്ങൾ കടക്കെണിയിലാണ്. ഇത് പറയുന്നത് നബാർഡാണ്. നബാർഡ് ഒരു ബാങ്കാ. കാർഷിക മേഖലയിലും സ്വയം തൊഴിലിനൊക്കെ കടം കൊടുക്കുന്ന ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന. അപ്പൊ ആ ബാങ്കിന്റെ കണക്ക് പ്രകാരമാണ്. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ യാതൊരുവിധ, അതായത് പേഴ്സൺ ടു പേഴ്സൺ എന്ന ലെവലിലാണ് ഈ ഒരു ബിസിനസ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയും. നേരിട്ടുള്ള വിപണനം. ഇടനിലക്കാരില്ല, സെലിബ്രിറ്റികളില്ല, ഒരു പരസ്യങ്ങളും വരില്ല, ഒരു ഇടത്തട്ടുകാരും ഉണ്ടാവില്ല. ഞാനും കസ്റ്റമറും, കമ്പനിയും കസ്റ്റമറും. ഞാൻ ഒരാൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവരും കസ്റ്റമറുമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. യാതൊരുവിധ, 18 വയസ്സ് തികഞ്ഞ ഏത് വ്യക്തികൾക്കും ഈ കമ്പനിയിൽ പ്രോഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റിസ്ക്കും ഇല്ല. നോൺ ക്യാപിറ്റൽ റിക്വയർഡ്, ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യണ്ട. നമ്മളൊരു പ്രോഡക്റ്റ്, നമ്മളൊരു പൈസ കൊടുത്ത് നമ്മൾ ആ പ്രോഡക്റ്റ്, അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. കൊടുക്കുന്ന ക്യാഷിനുള്ള മൂല്യവർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. ഹൈ റവന്യൂ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഹൈ റവന്യൂ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് 100% നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100% ലീഗലാക്കി കേന്ദ്ര ഗവൺമെന്റ്. അതേപോലെ തന്നെ 2025 ഫെബ്രുവരി 19
മോണിറ്ററിംഗ് മെക്കാനിസം ഫോർ ഡയറക്ട് സെല്ലിംഗ് ആൻഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മളെ കേരള ഗവൺമെന്റും അതിന് ഒരു മോണിറ്ററിംഗ് കൊടുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെ നിങ്ങൾ ആരാണോ ഇത് പരിചയപ്പെടുത്തിയത് ആ വ്യക്തി പറയുന്നത് പോലെ നമ്മൾ അതൊന്ന് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് 2 പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ, ആർ യു റെഡി ഫോർ സ്റ്റാർട്ട് യുവർ ബിസിനസ്? 7 ടൈപ്പ് ഓഫ് ഇൻകം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കമ്പനി റെഡിയാണ്, കമ്പനി തരാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ അവയർനെസ് ബോണസ് ഉണ്ട്, അതേപോലെ ടീം റീപർച്ചേസ് ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ സർപ്രൈസ് ബോണസ് ഉണ്ട്, അത് പിക്കപ്പ് സെന്റർ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കമ്പനി പറയുന്നത് ഒരു ഇത് PV ബേസ് ചെയ്താണ് കമ്പനി. നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ക്യാഷിന് നമുക്ക് PV ബേസ് ചെയ്തിട്ടാണ് തരിക. ഒരു PVക്ക് അവയർനെസ് ബോണസ് ആയിട്ട് തരുന്നത് 8 രൂപ 80 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ട്, അതായത് 19,300 രൂപക്ക് 100 PV ആണ് അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫാമിലി കിറ്റ് ആണ്. ഒരാൾക്ക് ഉപയോഗിക്കാൻ 6-3 സൈസിൽ 6 പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അതിൽ 6-3 സൈസിൽ ഒരു മാട്രസ് പാഡ്, പില്ലോ പാഡ്, റിസ്റ്റ് ബാൻഡ് 2 എണ്ണം ഉണ്ടാവും, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും, വാട്ടർ എനർജി പാഡ് 6 എണ്ണം ഉണ്ടാവും. അത് ഫാമിലി കിറ്റ് ആണ്. 19,300 100 PV. അതിൽ 2 പേർക്ക് ഉപയോഗിക്കാനുള്ള സെറ്റ് ഉണ്ടാവും, 12 എണ്ണം അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫാമിലി കിറ്റ് ആണ്. 16,500 100 PV ആണ്. സെമി ഡിലക്സ് ഉണ്ട്, 14,600 100 PV ആണ്. ഇതിലൊക്കെ ഡബിൾ ആണ്, ഫാമിലി കിറ്റ് ആണ്. ഈ 19,300ന്റെ സിംഗിൾ ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള 6 പ്രോഡക്റ്റ് കിട്ടുന്ന സൂപ്പർ പ്രീമിയം സിംഗിൾ 10,750 PV ആണ്. സൂപ്പർ ഡീലക്സ് 16,500 പറഞ്ഞ 9,800 കൊടുത്താൽ 50 PV ആണ് അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 14,600ന്റെ സെമി ഡീലക്സിന് 8,400 ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള 6 പ്രോഡക്റ്റ് അതിലുണ്ടാവും, 50 PV ആണ്. ഇനി ഇതൊന്നുമില്ല, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മൈക്രോ സൈസ് കിറ്റ്, വാട്ടർ എനർജി പാഡ്, റിസ്റ്റ് ബാൻഡ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കിറ്റ് കിട്ടും. 5,200 25 PV ആണ് അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നാനോ സൈസ് കിറ്റ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ് ഉണ്ട്, 4,100 രൂപയ്ക്ക് 13 PV ആണ് അതിന്. അതേപോലെ തന്നെ അൾട്രാ ബെറി ജ്യൂസ് 2 ലിറ്ററിൽ 4,400 13 PVക്ക് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതും വേണ്ട, അതും പറ്റില്ലെങ്കിൽ, ക്യാഷ് ഇല്ല, എനിക്കൊരു ബിസിനസ് ചെയ്യണം, എനിക്കൊരു അവസരം കിട്ടണം എന്ന് പറയുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് ഏത് 18 വയസ്സ് കഴിഞ്ഞ വ്യക്തിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കമ്പനി തന്നത് സ്റ്റാർട്ട് കിറ്റ് 3,100 രൂപക്ക് 13 PV വെച്ചിട്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി പറയുന്ന ഡോക്യുമെന്റുകൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക് അവര് ചോദിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ അതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു 10 അക്ക യൂണിക് ID നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, 2 വ്യക്തികളിലേക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. 2 വ്യക്തികളിലേക്ക്. അത് എങ്ങനെ എത്തിക്കുക? ഒരു 50 PVയുടെയും ഒരു 100 PVയുടെയും. അത് എനി സൈഡ് 2 ലെഗാണ്. സിസ്റ്റപ്രകാരമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. സിസ്റ്റപ്രകാരം 2 ലെഗ് ആയിട്ടാണ് പോവുക. അങ്ങനെയാണെങ്കിൽ അതായത് 1:2 2:1 ഏത് സൈഡിൽ വന്നാലും അല്ല, ഒരു ഭാഗത്ത് 100 PVയും മറുഭാഗത്ത് 50 PVയും വരുന്നത്. അപ്പൊ ജീനിയസ് സൈഡ് എന്ന് ഞാൻ പറയുന്നു. ജീനിയസ് സൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 100 PVയും വിന്നർ സൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 50 PVയും. ഇത് മറിച്ചു ആവാം. വിന്നർ സൈഡിൽ 100 PV ആവാം, ജീനിയസ് സൈഡിൽ 50 PV ആവാം. ഏത് സൈഡിൽ വന്നാലും കുഴപ്പമില്ല. ഇവിടെ 100ഉം 50ഉം 2 ഭാഗങ്ങളിലായിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു ഇൻകം, ഒരു സ്റ്റാർട്ടിങ് ഗിഫ്റ്റ് ആയിട്ട് 440 രൂപ കമ്പനി നമുക്ക് ഇൻകം ആയിട്ട് തരും. ഇവിടെ കമ്പനി ബിസിനസ് ക്ലോസിംഗ് 2 സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. 2 ടൈമിൽ നമുക്ക് ഈ ബിസിനസ് ക്ലോസ് ചെയ്യാം. അതായത് രാവിലെ 5 മുതൽ വൈകിട്ട് 5 മണി വരെ ബിസിനസ് ചെയ്യുന്നതിനെ ക്ലോസ് ചെയ്യും. വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ബിസിനസ് ചെയ്യുന്നതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് 3 ദിവസത്തെ കൂട്ടിയിട്ട് 4ാമത്തെ ദിവസം നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത് തരും. 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇങ്ങനെ നമ്മൾ ഈ ക്രൈറ്റീരിയ വിൻ ആയി കഴിഞ്ഞാൽ
പിന്നെ വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് എന്നാണ്. സൂപ്പർ അവയർനെസ് ബോണസ് നമ്മൾ ക്രൈറ്റീരിയ വിൻ ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ അവയർനെസ് ബോണസ് നമ്മൾ സെയിൽ നടക്കുകയാണ്. അങ്ങനെ സെയിൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അവയർനെസ് ബോണസിന് 8 രൂപ 80 പൈസയാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജീനിയർ സൈഡിൽ ഒരു 13 BV വിന്നർ സൈഡിൽ ഒരു 13 BV വരുമ്പോൾ 114 രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടും. അതേസമയം 25 മാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാച്ചിങ്ങിനാണ് പൈസ. 25 BV ജീനിയർ സൈഡിൽ 25 BV വിന്നർ സൈഡിലും മാച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ 220 കിട്ടും. 50 BV ആണെങ്കിൽ 440, 100 BV ആണെങ്കിൽ എത്ര കിട്ടുന്നത്? 880 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 ലെഗാണ് നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്തു പോകുന്നത്. 2 ലെഗും ഒരേപോലെ പോകുന്നില്ല. ഒരു സൈഡ് നന്നായിട്ട് കയറി വരും ബിസിനസ്, ഒരു സൈഡ് സ്ലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ ഒരു 500 BV വന്നു, അങ്ങനെയും വരാം. അങ്ങനെ വരുന്ന സമയത്ത് മറുഭാഗത്ത് 200 BV വന്നുള്ളെങ്കിൽ എന്ത് ചെയ്യും? 200 BV ഏതാണോ ചെറുത് വന്നത് അതിനെ മാച്ച് ചെയ്തിട്ട് അതിന്റെ ഇൻകം 1660 രൂപ നമുക്ക് തരും. അതേസമയം ഈ ബാക്കി 300 BV, ഒരു ഭാഗത്ത് 500 ഉണ്ടായിരുന്ന 200 എടുത്തിട്ടുള്ളൂ, ബാക്കി 300 BV എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഇപ്പൊ നമുക്ക് സപ്പോസ് ബിസിനസ് ഒന്നും വന്നില്ല എന്ന്, നമ്മളെ വിന്നർ സൈഡിൽ ബിസിനസ് 300 BV വന്നു, 200 വരുന്ന ഈ 200 എടുത്തിട്ട് അതിനെ മാച്ച് ചെയ്യും. ആ 300 BV അവിടെ വന്നപ്പോ എന്ത് ചെയ്തു? ഇവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് കിടക്കുന്ന 300 BVയെ എന്ത് ചെയ്യും? കമ്പനി ഈ പിന്നെ വിന്നർ സൈഡിൽ വന്നതിനെ മാച്ച് ചെയ്തിട്ട് 2640 രൂപ നമുക്ക് കമ്പനി തരും. ഇങ്ങനെയാണെങ്കിൽ മാക്സിമം ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 12 ഹവേഴ്സ് ആണ്. 5 to 5 മാക്സിമം ഒരു സൈക്കിളിൽ 1000 PV വരെയുള്ള കമ്പനി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ 1000 PV മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 12 മണിക്കൂർ ഹാഫ് ഡേ ഇൻകം 8800 രൂപ നേടിയെടുക്കാൻ സാധിക്കുന്ന സുഖസുന്ദരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇന്നൊരു 50 BV വന്നു, നാളെയോ മറ്റന്നാളോ ഒരു മാസമോ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഒരു സൈഡിൽ വരുന്നതെങ്കിൽ എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ഇൻകം നമുക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക നമ്മുടെ അക്കൗണ്ടിലേക്ക്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ഒരു സൈഡിൽ ഇന്ന് ബിസിനസ് നടന്നു ഒരു 50 BV, നാളെയോ മറ്റന്നാളോ ഒരു സൈഡിൽ നടന്നു, അപ്പോഴാണ് നമുക്ക് ഇത് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ മാച്ച് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പൊ നമുക്ക് ഇൻകം ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു സൈക്കിളിൽ 8800 ആണെങ്കിൽ ഒരു ദിവസത്തിൽ 2 ബിസിനസ് ക്ലോസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. പെർ സൈക്കിൾ 8800 into 2, 2 സൈക്കിൾ പെർ ഡേ 17600 രൂപ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം വേണമെങ്കിൽ എടുക്കാം. സിമ്പിൾ ആയിട്ട് എടുക്കാം. എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഇന്നീ നമ്മുടെ ഈ സൂമിൽ പിന്നെ ഇഷ്ടം പോലെ വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഇൻകങ്ങൾ നേടി വളരെ കോടികളൊക്കെ പെട്ടെന്ന് ഏൺ ചെയ്ത ഒരു ഇൻകമാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടത് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത്, എപ്പോഴാണോ ഇന്നൊരു 100 BV നാളെ മറ്റന്നാൾ ഒരു 100 BV വരുമ്പോൾ മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവയർനെസ് ബോണസ് എങ്കിൽ, ഇവിടെ സൂപ്പർ ഫാമിലി ബോണസ് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ അവയർനെസ് ബോണസിന് കിട്ടിയിരുന്ന 880 രൂപയാണെങ്കിൽ ഇവിടെ സൂപ്പർ ഫാമിലി ബോണസ് മാച്ച് ചെയ്യുമ്പോൾ ഒരു PVക്ക് അഡീഷണൽ എക്സ്ട്രാ 59 രൂപ 59 രൂപ 40 പൈസയും കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ 12 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ ബിസിനസിനെ കമ്പനിക്ക് കൊടുക്കുക. ഇന്നിപ്പോ ഒരു ബിസിനസ് ഒരു 100 BVയുടെ അല്ലെങ്കിൽ ഇന്നൊരു 50 BVയുടെ ബിസിനസ് ഇന്ന് നടക്കുകയാണ്. സപ്പോസ് ഇന്നൊരു 50 BVയുടെ നടക്കുകയാണ്. നാളെ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു 50 BVയുടെ ഉണ്ടെങ്കിൽ നമുക്കാണ് ഇതിന്റെ അനുവാദം തന്നിട്ടുള്ള എപ്പോഴാണോ കമ്പനിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇന്ന് ഒരു ബിസിനസ് നടന്നു, അതിന്റെ പൈസ നമ്മൾ മേടിച്ചിട്ട് റെഡിയാക്കി വെക്കുക. നാളെ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് നാളെ കമ്പനിയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് 440, സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് 2970 രൂപ. ഒറ്റ കാര്യം ചെയ്തോളൂ, അവിടെ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഇത് രണ്ടും ഒരുമിച്ച് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ 3410 രൂപ നമുക്ക് നേടിയെടുക്കാം. 100 PV ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 880 രൂപ സൂപ്പർ അവയർനെസ് ബോണസ് ആണെങ്കിൽ, ഫാമിലി ബോണസ് 5940 രൂപ നമുക്ക് നേടാം. ടോട്ടൽ 6820 രൂപ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 100 PVയുടെ 2 സെയിൽ വെച്ചാൽ, നമുക്ക് ഒരു പകല് സമയത്ത് 2 സെയിൽ വെച്ചാൽ 6820 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും.
വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ടോട്ടലി ഒന്ന് നോക്കി നോക്കാം. ഒരു അവയർനെസ് ബോണസും ഫാമിലി ബോണസും ടോട്ടൽ ചെയ്താൽ ഒരു ഹാഫ് ഡേ സൂപ്പർ അവയർനെസ് ബോണസ് 8800 സൂപ്പർ ഫാമിലി ബോണസ് 5940 14,740 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാഫ് ഡേ ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെർ ഡേ 2 ക്ലോസിംഗ് ആണ്, 2 ടൈമാണ് ക്ലോസിംഗ്. 2 ക്ലോസിംഗില് 29,480 രൂപ നേടിയെടുക്കാൻ പറ്റിയ സൂപ്പർ അവസരമാണ് ഈ ബൈറ്റോറിയ നമുക്ക് തന്നിട്ടുള്ളത്. അതല്ല, ഇനിയും കിടക്കുന്നു വലിയത്. പിടിച്ചതല്ല, കേട്ടതല്ല വലുത്, അതിനേക്കാൾ വലിയതാണ് കിടക്കുന്നത്. മന്ത്ലി സെൽഫ് റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു ഇൻകം പുതുതായിട്ട് നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഇതിൽ കാണുന്ന ഇഷ്ടപ്പെട്ട സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണും. അതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? മിനിമം 1100 രൂപയുടെ പർച്ചേസ്. അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ മറ്റൊന്നുമില്ല. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ മന്ത്ലി റീപർച്ചേസ്, അതിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 11:58, വൈകുന്നേരം 11:58 ഇടയിലും 11:58 രാത്രി പിറ്റേന്ന് ഉച്ചക്ക് 11:58. ഇതാണ് ഇതിന്റെ ടൈമിങ്. ഇവിടെ നമ്മള് ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താണ്. ഇവിടെ മന്ത്ലി നമ്മൾ ഒരു റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മന്ത്ലി റീപർച്ചേസ് ചെയ്യുമ്പോൾ ടീം റീപർച്ചേസ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നത് 0.25 മാച്ചിങ് പോയിന്റ് വാല്യൂവിന് 157 രൂപ 50 പൈസയാണ് കമ്പനി തരുന്നത്. ക്ലിയർ ആവണം. 0.25 മാച്ചിങ് പോയിന്റ് വാല്യൂ 157 രൂപ 50 പൈസയാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ജീനിയസ് സൈഡിൽ ഒരു 0.25 PV വരുന്നു, വിന്നർ സൈഡിൽ ഒരു 0.25 PV വരുന്ന സമയത്ത് 157 രൂപ 50 പൈസ നമുക്ക് റീപർച്ചേസ് ചെയ്താൽ നമ്മളെ ടീമിൽ ചെയ്താൽ മതി. നമ്മളെ വിന്നർ സൈഡിലും ജീനിയസ് സൈഡിലും ഒരു 0.25 PV റീപർച്ചേസ്, അവർ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് റീപർച്ചേസ് ആയിട്ട് സെൽഫ് റീപർച്ചേസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 157 രൂപ 50 പൈസ കിട്ടും. 2 പേര് ചെയ്താൽ മതി. 1100 തൊട്ടിട്ട് ചെയ്യാം. 1100 രൂപ തൊട്ടിട്ട് നമുക്ക് സെൽഫ് റീപർച്ചേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 0.50 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 315 രൂപ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 0.75 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 472 രൂപ 50 പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 PV എന്ന് വെച്ചാൽ 4 പേര് നമ്മളെ ജീനിയസ് സൈഡിലും 4 പേര് നമ്മളെ വിന്നർ സൈഡിലും 1100 രൂപയുടെ സെൽഫ് റീപർച്ചേസ് ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞാൽ 1 PV ആയി. 1 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 630 രൂപ കിട്ടും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഫാമിലി ബോണസ് 6,820 രൂപയാണ് 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൽഫ് റീപർച്ചേസ് ഒരു 10 PV മാച്ച് ചെയ്യുമ്പോൾ 6,300 രൂപ കിട്ടും. 10 PV, മറ്റേ 100 PV ആണ് 6,820 പറഞ്ഞെങ്കിൽ ഇവിടെ 10 PV മാച്ച് ചെയ്താൽ 6,300 രൂപ നമുക്ക് സെൽഫ് റീപർച്ചേസ് ഇൻകം ആയിട്ട് കമ്പനി തരും. മാക്സിമം പെർ സൈക്കിളിൽ 100 PV ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഒരു സൈക്കിൾ എന്ന് പറയുന്ന നമ്മളുടെ റീപർച്ചേസ് ചെയ്യേണ്ട സമയമാണ് 11:58 എങ്കിൽ നമ്മളെ ബിസിനസ് രാവിലെ 5 to വൈകുന്നേരം 5, ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ സെൽഫ് റീപർച്ചേസ് ചെയ്യുന്ന സമയമാണ് ആഡ് ചെയ്യുന്നത്. ആ സെൽഫ് റീപർച്ചേസ് മാക്സിമം ഒരു 12 മണിക്കൂറിന്റെ ഉള്ളിൽ 100 PV വരെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, 6,300 അല്ല 63,000 രൂപ നമുക്ക് ഹാഫ് ഡേ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് പവർ സൈഡ് ക്യാരി ഫോർവേഡ് ആണ്. ഒരു സൈഡിലാണ് ഒരാള് ഫുള്ള് ടീമുകൾ റീപർച്ചേസ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ക്യാരി ഫോർവേഡ്. ഇപ്പുറത്തെ എപ്പോ മാച്ച് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ പൈസ കമ്പനി തരും. അങ്ങനെയാണെങ്കിൽ പെർ സൈക്കിളിൽ 63,000 രൂപയാണ് തരുന്നതെങ്കിൽ 2 സൈക്കിളാണ് ഇൻറ്റു 2 വരുമ്പോ പെർ ഡേ 1,26,000 രൂപ നമുക്ക് സെൽഫ് റീപർച്ചേസ് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഈ സെൽഫ് റീപർച്ചേസ് എടുക്കുമ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോ ഒരു ഹാഫ് MBVയും അതുപോലെ തന്നെ ഒരു 12 ഹവേഴ്സ് ഒരു സൈക്കിൾ മുതൽ ഒരു വർഷം വരെ നമുക്ക് ടോട്ടൽ ചെയ്താൽ എത്ര ഇൻകം കയറും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇപ്പോ 0.25 MBV നമുക്ക് മാച്ച് ചെയ്യുന്ന സമയത്ത് 157 രൂപ, അതായത് 12 ഹവേഴ്സിന്റെ ഉള്ളിൽ 157 രൂപ 50 പൈസയാണ് കിട്ടുന്നതെങ്കിൽ 100 PV ഒരു
കട്ട് ഓഫിൽ, അതായത് 12 അവേഴ്സിന്റെ ഉള്ളിൽ 100 MPV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 63,000 രൂപ നമുക്ക് എടുക്കാൻ പറ്റും ഹാഫ് ഡേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 1,26,000 രൂപ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസത്തേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12,60,000 രൂപ 10 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. സെൽഫ് റീപർച്ചേസ്, നമ്മളെ വീട്ടിലേക്ക് വേണ്ട ആ സാധനങ്ങളെല്ലാം തന്നെ അതിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ നമുക്ക് വേണ്ടത് അത് അതിൽ നിന്നും പർച്ചേസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 10 ദിവസത്തെ ഇൻകം 12,60,000 രൂപ. അങ്ങനെയാണെങ്കിൽ 30 ദിവസം 60 സൈക്കിൾ, 30 ദിവസം 60 ക്ലോസിംഗ് ആണ്. അങ്ങനെ 30 ദിവസം ടോട്ടലി നമുക്ക് കിട്ടുമ്പോൾ 37,80,000 രൂപ ഒരു മാസം നമുക്ക് എടുക്കാൻ പറ്റും. ബിസിനസ് മൈൻഡുള്ള ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? എന്റെ ഐ ഡി, എന്റെ വൈഫിന്റെ ഐ ഡി, എന്റെ മക്കളുടെ ഐ ഡി, 3 ഐ ഡിയോ 4 ഐ ഡിയോ വെക്കും. 3 ഐ ഡിയിലും പാടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1 CR എബോ നേടിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, ഇത് ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെയാണെങ്കിൽ 100 PV into 2 സൈക്കിൾ 12 മാസത്തേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഒരൊറ്റ ഐഡിയയിലാണ് പറയുന്നത്. 12 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,53,60,000 രൂപ. എത്രയാണ്? 4,53,60,000 രൂപ ഒരു വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. വളരെ വളരെ സിമ്പിൾ ആയിട്ട്, ഒരു റിസ്ക്കും ഇല്ലാതെ, ഒരു ഇൻവെസ്റ്റും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മുടെ സൈറ്റിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്ത സൈറ്റിൽ ഒരു 3 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ലക്ഷം രൂപ എങ്ങനെ മേടിക്കണം? ഫാമിലി ബോണസ്, മിനിമം 44 ഫാമിലി ബോണസ് മേടിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി തായ്ലൻഡിലേക്ക് ഒരു 4 നൈറ്റും 5 ഡേയ്സും നമുക്ക് സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ ഒരു അവസരം തന്നിട്ടുണ്ട്. എൻജോയ് ചെയ്യാൻ. ഞാൻ എന്താ പറഞ്ഞത്? ആരോഗ്യവും സമ്പത്തും ഇത് രണ്ടും വരുമ്പോ എൻജോയ് വരുന്നു. ഇത് രണ്ടും വരുന്നുണ്ട്. ഈ രണ്ടും ഇവിടെ റെഡിയാണ്. മൂന്നാമത്താണ് ഈ പറയുന്നത്. ഇതും ഇവിടെ റെഡിയാ. പാസ്പോർട്ട് ഇല്ലാത്തവർ പാസ്പോർട്ട് എടുത്ത് റെഡിയാക്കിയിരുന്നു. പോരാ, LRP എന്നാണ് പറയാ. അതായത് ലോയൽറ്റി റിവാർഡ് പോയിന്റ് എന്ന് പറയും. നമ്മളുടെ തായ്ലൻഡിന്റെ ട്രിപ്പിന്റെ ബാലൻസ് വരുന്നത് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ദുബായ്, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ, എന്തും വേണ്ട ഏതൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് കമ്പനി റെഡി ആയി കഴിഞ്ഞു എന്നുള്ളത്. നമ്മൾ റെഡി ആയാൽ മതി. നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. ഇതിലൂടെ, ഈ ഒരു കമ്പനിയിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് കാണുന്ന 6,820 രൂപ ഫാമിലി ബോണസ് ഒന്നും ഇല്ലാത്തൊരു സമയം, 3 വർഷം, വളരെ കാലങ്ങൾക്ക് മുമ്പൊന്നല്ല, ഒരു 3-3.5 വർഷം മുമ്പ് നമ്മുടെ ടീമില് 5,025 രൂപ വെച്ചിട്ട് 10 മാസം കൊണ്ട് 1 CR നേടിയ ലെജൻഡ് ആയിട്ടുള്ള, വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, ഏത് കൊടുങ്കാറ്റ് വന്നാലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെയൊക്കെ ഗ്രേറ്റ് മാൻഡർ നമ്മുടെ മനോജ് മുരളീധരൻ സാർ, തൃപ്പൂണിത്തറക്കാരനാണ്. അദ്ദേഹം 10 മാസം കൊണ്ട് 1 കോടി നേടി. ഇന്ന് 3 വർഷം പിന്നിട്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 3 കോടിക്ക് മുകളിൽ ഇൻകം മേടിച്ചു. ഞാൻ പറഞ്ഞു 5,025 രൂപ വെച്ചിട്ടാണ് അന്ന് 10 മാസം കൊണ്ട് നേടിയതെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മാസം കൊണ്ട് 4.5 കോടിക്ക് മുകളിൽ ഇൻകം വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എത്തിച്ചേർന്നത് ദൈവനിയോഗമാണ്. എത്തിപ്പെട്ടത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്. കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പലരും പല രീതിയിലും വരും, പല തള്ളിച്ചകളും വരും. പിടിച്ചു നിൽക്കുക, കൂടെ നിൽക്കുക, വിജയിപ്പിച്ച് കാണിച്ചു തരാം. അതിന് ഇന്ന് ഇന്ത്യയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4-4.5 വർഷം കൊണ്ട് കമ്പനി 300-ലധികം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള, അതായത് ചരിത്രം സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. തീരുമാനം നിങ്ങളത്. എന്റെ ഉള്ളിൽ നിന്നാണ് തീരുമാനം വരേണ്ടത്. അവസരം അത് വരുമ്പോ സ്വീകരിച്ചില്ലെങ്കിൽ എപ്പോഴും വന്നുകൊള്ളണമെന്നില്ല. വന്ന സമയം ഡിസിഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൂടെ നിൽക്കുക, നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ നെഞ്ചേറ്റുക, ഉപയോഗിക്കുക, റിസൾട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, നോ റിസ്ക്. എല്ലാറ്റിനും ഒരുപോലെ കട്ടക്ക് കൂടെ നിൽക്കാൻ പറ്റിയ നല്ല ലെജൻഡ് ആയിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സ് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്.
പതുക്കെ പതുക്കെ ഓരോരുത്തരെ നിങ്ങൾക്ക് കണ്ടും പരിചയപ്പെട്ടും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ഈ ബിസിനസ്സിലൂടെ നല്ലൊരു വിജയം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നല്ലൊരു അവസരമാണ്. ഹാപ്പി ഹെൽത്തി, ഹാപ്പി വെൽത്തി, ഹാപ്പിനെസ് എല്ലാവർക്കും നേർന്നുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, നല്ല സമ്പത്ത് ഉണ്ടാവട്ടെ, നല്ല കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഈ ബയോട്ടോറിയം. ഗുഡ് നൈറ്റ്. വാവ്, എന്താ പ്രോഡക്റ്റ്, എന്താ പ്ലാൻ! ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും പ്ലാനും വേറൊരു കമ്പനി കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോ അതാണ് നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആവശ്യമായത് ഹെൽത്ത്, വെൽത്ത്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്. ഈ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതാണ് ഈ ബയോട്ടോറിയം. അപ്പോൾ ഈ ഗ്രേറ്റ് കമ്പനിയായ ഈ ബയോട്ടോറിയത്തെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും വളരെ വ്യക്തമായി അവതരിപ്പിച്ച സക്കീർ സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയും. ഇനി വൈകി വന്നവർക്ക് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജോമേഷ്. ഞാൻ വയനാട് മാനന്തവാടി സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ ഞാൻ 18 വർഷം സൈനിക സേവനം ചെയ്ത് വിരമിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ബ്രിട്ടീഷ് ലേണേഴ്സ് വഴി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ന്യൂട്രീഷൻ സയൻസിൽ എടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ഈ ബയോട്ടോറിയത്തിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിനകത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ കൈപിടിച്ച് വന്നവർ കൈവിട്ടിട്ടും അവരോടൊന്നും ഒരു വിരോധവും ഇല്ലാതെ ഇന്നും ഈ ബയോട്ടോറിയത്തിൽ തന്നെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നും നിൽക്കുന്നു, എന്നും നിലനിൽക്കും. ഇനി നമ്മൾക്ക് ഇതിന്റെ അവസാന സെക്ഷനിലേക്ക് പോകാം. ഈ അവസാന സെക്ഷൻ നമുക്കൊരു കൺക്ലൂഷൻ വേണം. ഈ കൺക്ലൂഷൻ നമുക്കൊരു ഗ്രേറ്റ് ഡൈനാമിക് ലീഡറിനെ നമുക്ക് ഈ സ്ക്രീനിലേക്ക് നമുക്ക് ക്ഷണിക്കും. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മാസം കേരള ഈ ബയോട്ടോറിയത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ പാനിക് ആക്കിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റാണ്. അപ്പോഴും ആ കൊടുങ്കാറ്റിൽ പാറ പോലെ ഉറച്ചു നിന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനൊപ്പം എന്തിനും ഏതിനും കട്ടക്ക് നിന്ന അദ്ദേഹത്തെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ദി ലെജൻഡ്. 18 വർഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള കൂൾ ആൻഡ് കാം പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഫോമർ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗ്രോസറി കമ്പനിയുടെ വിത്ത് ഓൾവേസ് സ്മൈലിംഗ് ഫേസ്, എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല, ദ പൈനിയർ മെമ്പർ ഇൻ കേരള, സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ ഉള്ള നമ്മുടെ ഒരു ലീഡറായ ദ അപ്കമിംഗ് 1 CR പേഴ്സൺ, സെക്രട്ടറി ഓഫ് ഈ ബയോട്ടോറിയം കേരള ടീം, എറണാകുളം വൈപ്പിൻകാരനായ മിസ്റ്റർ ഡാനി അഗസ്റ്റിൻ എന്ന ഡാനി സാറിനെ ഈ സ്ക്രീനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡാനി സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. ഓക്കെ. അപ്പോ കേരള ടീമിന്റെ മെന്റർ, മോട്ടിവേറ്റർ ആയിട്ടുള്ള നമ്മുടെ ലെജൻഡ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള മനോജ് സാർ, അതേപോലെ നമ്മുടെ വൈസ് ചെയർമാൻ ബെന്നി സാർ, അദ്ദേഹം ഉണ്ടോ എന്നറിയില്ല, പിന്നെ അതുപോലെ ട്രഷ് ആയിട്ടുള്ള ഷാജി സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ കേരള കോർ ടീം മെമ്പേഴ്സ്, ഇവരെല്ലാവരും പ്രത്യേകം എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ഏകദേശം ഒരു 3.5 വർഷക്കാലമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നെഞ്ചിലേറ്റി നിന്ന് ഈ ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനൊക്കെ ഒത്തിരി പ്രത്യേക കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് അതേ രീതിയിൽ തന്നെ അന്നുണ്ടായ അതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇന്നും ലെവലേശം നമ്മളുടെ ഒരു ആത്മവിശ്വാസം ചോർന്നു പോകാതെ തന്നെയാണ് ഇന്നും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒത്തിരി കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഏകദേശം 3.5 വർഷം മുന്നോട്ട് പോകുമ്പോൾ ശശി സാറാണ് നമ്മളുടെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തി. അന്ന് ഇതൊരു പുതുമയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തിനും ഏതിനും ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ആശയം പലപ്പോഴും ഇതിലിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണോ ഇത്, പ്രത്യേകിച്ച് നമ്മൾ അകത്തൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകാം. നമ്മളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം വന്നാല് ഡോക്ടർ, ഹോസ്പിറ്റല്, അതേപോലെ ലബോറട്ടറി, അല്ലെങ്കിൽ ഇത് പറയുന്ന ഫാർമസ്യൂട്ടിക്കല്, ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു മരുന്നും അല്ലെങ്കിൽ ഒരു സാധനവും അകത്ത് കഴിക്കാതെ നമ്മളതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി കിട്ടുക എന്നുള്ളത് പലപ്പോഴും ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നിരിക്കാം. എന്നെ സംബന്ധിച്ച് ഒരു 3.5 വർഷക്കാലം മുമ്പ് എടപ്പള്ളിയിൽ ഇതേപോലെ
കുറച്ച് ആളുകളായിട്ടൊക്കെ വന്നു. അപ്പൊ ഞങ്ങള് കുറെ ആളുകൾ ഇവിടെ ഈ ഒരു ബിസിനസിനെ പറ്റി അറിയുവാനും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാനും ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്നുള്ളതാണ്. പക്ഷെ അവിടെ കണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 3 കാര്യമാണ് അദ്ദേഹം അവിടെ വന്ന ആളുകളോടൊക്കെ സംസാരിച്ചതിൽ. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 3 കാര്യം, ഒന്ന് സ്റ്റോക്ക് പോയിന്റുകളുടെ ബഹളമായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു പ്രസ്ഥാനം ഇവിടെ വന്നു കഴിയുമ്പോൾ പിക്കപ്പ് സെന്റർ, സ്റ്റോക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് സെന്റർ, ഈ പിക്കപ്പ് സെന്ററുകൾ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ആളുകൾ ഇടിച്ചു കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. നമ്മളൊരു പിക്കപ്പ് സെന്റർ എടുക്കാന്ന് പറയുന്നത് 50,000, 1 ലക്ഷം, 2 ലക്ഷം മുടക്കി എടുക്കാവുന്ന ഒരു സംവിധാനമാണ് പിക്കപ്പ് സെന്റർ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ സക്കീർ സാറ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു, 3200 തുടങ്ങിയുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. അതിപ്പോ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഒരു ബിസിനസ് അവസരം നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ചെയ്യുന്ന രീതി അതിപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനികളും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഈ ഒരു ആശയം പിക്കപ്പ് സെന്റർ എന്തിനാണ് ആവശ്യം? അദ്ദേഹം പറഞ്ഞു പിക്കപ്പ് സെന്ററിന്റെ ബഹളം ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് പിന്നീടുള്ള നാളുകളിൽ അത് അച്ചട്ടായിട്ട് മാറി എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെയാണ് പിക്കപ്പ് സെന്റർ കേരളത്തിൽ ആദ്യമായിട്ട് എടുത്തത്. 1 ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്റർ അന്ന് എടുത്തു. അന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് പോലും അറിയില്ല, ഇതിന്റെ ഉപയോഗ രീതി എന്താണെന്ന് അറിയില്ല. അതുപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുമെന്നറിയില്ല, കമ്പനി എന്താണെന്ന് അറിയില്ല. ബോംബെയിലുള്ള ഏതോ ഒരു കമ്പനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിച്ച് ചെയ്തതാണ് നമ്മൾ. അപ്പൊ ഏത് കമ്പനിയാണെന്ന് അറിയില്ല, ഇതിന്റെ സാധ്യത എന്താണെന്ന് അറിയില്ല, ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ പ്രൊഡക്റ്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ ബിസിനസ്സിലൂടെ നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും ഇത് കേരളത്തിൽ തരംഗമാകുമെന്നും അന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ആ റിസ്ക് എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പിക്കപ്പ് സെന്ററിന്റെ ബഹളമായിരിക്കും. അത് തെറ്റിയില്ലട്ടാ. 1 വർഷം കഴിഞ്ഞപ്പോ, ഏകദേശം ഇപ്പൊ ഒരു 3.5 വർഷമായപ്പോ 1500-ലധികം പിക്കപ്പ് സെന്ററുകൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ എത്ര പേർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും 1500-ലധികം പിക്കപ്പ് സെന്റർ കേരളത്തിലുണ്ട്. പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടി എന്നുള്ളതാണ്. ഏകദേശം 8ഓളം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റുകളായി കഴിഞ്ഞു. നമ്മളുടെ കമ്പനിയുടെ ഒരു ദീർഘവീക്ഷണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു, ഇതിന്റെ സാധ്യത എന്താണെന്ന്. അതിലേക്കാണ് ഞാൻ ഈ വരുന്നത്. അപ്പോ അന്ന് പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പൈസ അടച്ച് 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രൊഡക്റ്റ് ബോംബെയിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ ഇവിടെ വരുന്നത്. പിക്കപ്പ് സെന്റർ എടുത്തതിന് ശേഷം വരുന്ന പ്രൊഡക്റ്റ് അപ്പൊ തന്നെ തീരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ആളുകൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു. 2 ആഴ്ച 3 ആഴ്ച വരുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടും. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ മനോജ് സാറിനെ പോലുള്ള ആളുകൾ അന്ന് ഒരു 10 മാസം കൊണ്ട് 1 കോടി ഉണ്ടാക്കി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേകിച്ച് നമ്മൾക്ക് റിസൾട്ട് കാണിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റിസൾട്ട് കാണിക്കാൻ ഒരാൾ പോലും ഇല്ല. കാരണം ആരും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും പുതുമയുള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. 2, പ്രത്യേകിച്ച് മീറ്റിംഗ് സെന്ററുകൾ ഒന്നുമില്ല. ഇപ്പോൾ കാണുന്ന പോലെ കേരളത്തിൽ ഉടനീളമുള്ള ഹൗസ്ഫുള്ളായ 100, 200, 300, 400 പേര് ഇരിക്കുന്ന ആളുകളൊന്നും അന്ന് മീറ്റിംഗ് അങ്ങനത്തെ സംവിധാനങ്ങൾ പോലും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റിസൾട്ടുകൾ കാണിക്കാനില്ല, മീറ്റിംഗ് സെന്ററുകൾ കാണിക്കാനില്ല, അതുപോലെ അച്ചീവേഴ്സിനെ കാണിക്കാനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്ക് 11-ലധികം കോടീശ്വരന്മാരെ കേരളത്തിൽ കാണിക്കാൻ പറ്റും. 300-ലധികം കോടീശ്വരന്മാരെ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലില് കമ്പനിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ആ സാഹചര്യത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ആ സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഈ ഒരു ബിസിനസ്സിനോട് നെഞ്ചോട് ചേർത്ത് എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും തെറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി 2ാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു കോടീശ്വരന്മാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് പിക്കപ്പ് സെന്ററുകളുടെ ബഹളമായിരിക്കും എന്ന് പറഞ്ഞു. 2ാമത് പറഞ്ഞത് കോടീശ്വരന്മാരെ മുട്ടിയിട്ട് നടക്കും. ഇത് നമ്മൾ എല്ലാ കമ്പനിയിലും കേൾക്കുന്നതാണ്. ഏത് കമ്പനിയിലാണെങ്കിൽ വരുമ്പോൾ തന്നെ പറഞ്ഞ കോടീശ്വരന്മാരുടെ ബഹളമാണ്, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ്, നിങ്ങളുടെ സ്വപ്നം പൂവണിക്കാൻ പറ്റിയ കാര്യമാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഒരേ കമ്പനിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് വലിയ പുതുമ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ മനസ്സിലായത് നിസ്സാര സമയം കൊണ്ട് ഇതിലേക്ക് കോടീശ്വരന്മാര് വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തത്. ആദ്യം നമുക്ക് അതങ്ങനെ തോന്നിയില്ല എങ്കിൽ പോലും പിന്നീട് മനോജ് സാറിനെ പോലത്തുള്ള ഗ്രേറ്റ് ലെജൻഡ് ആയിട്ടുള്ള ആളുകൾ അത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലിരിക്കുന്ന പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പറയുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വൈഡോറിയത്തിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറച്ചിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. കാരണം ഇത് പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. പലപ്പോഴും പല കമ്പനികൾ പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് കോടികൾ കിട്ടാം അല്ലെങ്കിൽ കിട്ടുമായിരിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് വിരളമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ.
വളരെ വിരളമായിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, തൊട്ടു നോക്കാൻ, അനുഭവിച്ചറിയാൻ നമ്മളുടെ കൂടെ ആളുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1 കോടി 10 മാസം കൊണ്ട് മനോജ് സാർ വാങ്ങിയപ്പോൾ അതിന്റെ കീഴെയുള്ള ഒത്തിരി ആളുകൾ ലക്ഷങ്ങൾ വാങ്ങിച്ചവരുണ്ട്. 50 ലക്ഷം വാങ്ങിച്ചവരും 10 ലക്ഷം വാങ്ങിച്ചവരും എല്ലാ വീടുകളിലേക്കും ഈ ഒരു സാമ്പത്തികം എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരാൾ മാത്രമല്ല വിജയിക്കുന്നത്. പല കമ്പനികളിലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിലുള്ള 1 or 2 ആളുകളുടെ പേര് മാത്രമേ എപ്പോഴും പറയപ്പെടുന്നുള്ളൂ. ചിലപ്പോൾ ഒരു 2 വർഷം മുമ്പ് പറഞ്ഞ പേര് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് പറഞ്ഞ പേര് തന്നെ ആയിരിക്കും ഇപ്പോഴും പറയുന്നത്. പുതിയതായിട്ട് ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പുതിയതായിട്ട് ഒരാളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ അച്ചീവേഴ്സ് ഇതിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്ന പുതിയതായിട്ട് വരുന്ന ആളുകൾക്കും ഇവിടെ അവസരമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്ത് മുകളിലുള്ള ആളുകൾക്ക് മാത്രം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന ഇന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഇതേപോലെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ, അത് ചുരുങ്ങിയ സമയം കൊണ്ട് അച്ചീവ്മെന്റിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം. അദ്ദേഹം പറഞ്ഞത് ഹെലികോപ്റ്റർ മീറ്റിംഗ് നടക്കുന്ന പറഞ്ഞത്. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഹെലികോപ്റ്റർ മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇതേപോലുള്ള അച്ചീവേഴ്സ് നമ്മളിവിടെ വന്ന് അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ വന്ന് ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കാനല്ല അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഇവര് മാറും എന്നുള്ളതാണ്. ഇവിടെ പ്രൈവറ്റ് ജെറ്റ് ഉള്ള വളരെ വിരളമായിട്ടുള്ള ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ. ജോയി അലുക്കാസൻ ഉണ്ടെന്ന് പറയുന്നു, യൂസഫ് അലി സാറിനുണ്ട്, അതേപോലെ അംബാനിയോ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമ്പത്തികം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആ ഒരു പ്രൈവറ്റ് ജെറ്റ് നമ്മളെ പോലുള്ള സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം അതെനിക്ക് ചെറുതായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം ഭാവിയിൽ സംഭവിക്കുന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച നെറ്റ്വർക്കില് ഇതേപോലെ വേറൊരു നെറ്റ്വർക്ക് കമ്പനിയിൽ 200-300 കോടി മുടക്കി പ്രൈവറ്റ് ജെറ്റ് സ്വന്തമായിട്ട് വാങ്ങിയ ആളുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം ഒരാളെ മാത്രമാണെങ്കിൽ നമ്മളുടെ ഈ ബയോട്ടോറിയം കമ്പനിയിൽ ഒന്നിലധികം ആളുകൾ, 100 കണക്കിന് ആളുകൾ ഈ ഒരു ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബ്ലോക്കിൽ കിടന്ന് നമ്മളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ വരുന്ന ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പലപ്പോഴും ഞാൻ അന്നേരം ഭയങ്കര തമാശ മട്ടിലാണ് അത് കണ്ടത്. ഞാൻ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവര് ചിന്തിക്കുമായിരുന്നു ഒരു പ്രൈവറ്റ് ജെറ്റോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എറണാകുളത്തെ ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിന്റെ മുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. 10 വർഷം മുമ്പ് നമ്മൾ ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ ചിരിക്കുമായിരുന്ന കാര്യം ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോ അത് സ്വപ്നമുള്ളവർക്ക് മാത്രം ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടാണ് പലരും നാളത്തെ കാര്യം ചിന്തിക്കുന്നത്. ഞാൻ പറയും, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കരുത്. ഇന്നത്തെ അവസ്ഥയല്ല നാളേക്ക് വരാൻ പോണത്. അതിനുള്ള അവസരം നമുക്കിവിടെ ഈ ബയോട്ടോറിയം കമ്പനി തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബയോട്ടോറിയം എന്തുകൊണ്ട് നെഞ്ചിലേറ്റുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നു. സക്കീർ സാർ വളരെ വ്യക്തമായിട്ട് പറയും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടതിന്റെ സാധ്യതകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് വാഴ വെച്ച് നാളെ കൊലച്ച് അതിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. ഒരു ഫാർമറിന്റെ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു കൃഷിക്കാരന്റെ മൈൻഡ് സെറ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബയോട്ടോറിയത്തെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ഇന്ന് നമ്മൾ ക്രോപ്പ് വെച്ചിട്ട് നാളെ വന്ന് അവരെ ചീത്ത പറയുന്ന ഒരവസ്ഥ, അതിനൊരു സാവകാശമുണ്ട്. അത് വളരെ ടീം ഗ്രോ ചെയ്യാനായിട്ട് അതിനൊരു സാവകാശം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിച്ചു, നമ്മളൊരു ടീമിനെ കൊണ്ട് നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ നമ്മളുടെ കൂടെ നിന്ന് ഒരു ടീമായിട്ട് മാറാൻ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതിനുള്ള സമയം കൊടുക്കാതെ ആകുമ്പോഴാണ് നമ്മൾ അടുത്ത തല കമ്പനി അല്ലെങ്കിൽ അടുത്ത ഒരു പരിപാടിയിലേക്ക് പോവുക എന്ന് ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇത്രയും ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും കമ്പനിയിൽ പോയ വ്യക്തിയാണ്. ഇതിലിരിക്കുന്ന കുറെ ആളുകൾ ചിലപ്പോ കമ്പനിയിൽ പോയി കണ്ടിട്ടുണ്ടാവണം. കമ്പനിയിൽ പോയി കാണുമ്പോഴാണ് ഇത് ഇത്രയും സാധ്യതയുള്ള ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ വന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാവർക്കും ചിലപ്പോ
പോയി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നില്ല. പക്ഷെ പിന്നീടാണെങ്കിലും മനോജ് സാർ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാർ അതിനുള്ള സംവിധാനം എല്ലാ മാസവും കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കും എന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു ബാച്ചായിട്ട് ഓരോ മാസവും അങ്ങനെ പോയി വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഉറപ്പായിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് 1,00,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഫീസ് എന്ന് പറയുന്നത് അത് തികച്ചും യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും പല കമ്പനികളും പറയുന്നുണ്ടെങ്കിലും അത് ചെറിയ 500 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് മാത്രമായിട്ടായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 1,00,000 സ്ക്വയർ ഫീറ്റിൽ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ വരുന്നത് പോലെ ആളുകൾ പല സ്ഥലത്തുള്ള, കേരളത്തിൽ നിന്നല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത് എന്നുള്ളതാണ്. ആ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ അവിടെ ആളുകൾ വന്നു പോകുന്നു, ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു. ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നത് അതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ആശ്ചര്യത്തോടെയാണ് ഞങ്ങൾ അത് നോക്കിക്കണ്ടത്. സാധാരണ വണ്ടിയിലല്ല ഒരാൾ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. ബെൻസ്, BMW ഇതേപോലുള്ള അത്യാഡംബര കാറുകളിലാണ് ആളുകൾ ഈ പ്രൊഡക്റ്റ് കയറ്റിക്കൊണ്ട് പോകുന്നത്. നമ്മളിലൂടെ ചിലപ്പോ ആളുകൾ മടിച്ചു നിൽക്കായിരിക്കാം. കാരണം ഒരു ബെൻസ് ഉള്ള വ്യക്തി ഒരു MLM ചെയ്യൂ, അല്ലെങ്കിൽ BMW ഉള്ള വ്യക്തികൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, അന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം അവിടെ സമ്പന്നന്മാര് ആണ്, അല്ലെങ്കിൽ സമൂഹത്തില് ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണ് ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ബേട്ടോറിയം ഓഫീസിൽ വരികയും പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോവുകയും ആളുകളെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. നമ്മളുടെ കേരളത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ സാധാരണ വേലയും കൂലിയും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന പണിയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെയുള്ളത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ മൈൻഡ് ഒന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പൊ ഈ ഒരു സൂമിൽ തന്നെ ഒരു 65% ആളുകൾക്കും സമ്പാദ്യമില്ല എന്നുള്ള ഒരു കണക്ക് സക്കീർ സാർ അത് കാണിച്ചായിരുന്നു. ഇത് 90% ആളുകളും അവര് സ്വന്തമായിട്ട് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കാനായിട്ട് കപ്പാസിറ്റി ഇല്ല. ഓക്കെ സാർ, ഓക്കെ. ഡാനി സാർ എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ രീതിയിൽ ഡാനി സാർ ഇവിടെ സംസാരിച്ചു. തുടക്കം മുതലുണ്ടായ ഓരോ കാര്യങ്ങളും വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. തുടക്കത്തിൽ ഞങ്ങളൊക്കെ അനുഭവിച്ച വേദനകൾ അദ്ദേഹം ഇവിടെ സംസാരിച്ചു. ആദ്യമായിട്ട് കേരളത്തിലൊരു പിക്കപ്പ് സെന്റർ എടുത്ത് ഡാനി സാറും രാജീവ് സാറും കൂടിയായിരുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സമയത്ത് 1,00,000 രൂപ ധൈര്യമായിട്ട് മുടക്കിക്കോ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ അന്ന് മുടക്കിയവർ അവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 10 പൈസ ഉണ്ടായിരുന്നില്ല മുടക്കാൻ. എൻട്രി അടിക്കാൻ പോലും കാശില്ലാത്ത ആളായിരുന്നു. അപ്പോ അദ്ദേഹം അത് മുടക്കി ഞങ്ങളെല്ലാം കൊടുത്ത ആ കോൺഫിഡൻസിൽ അവിടെ നിന്ന് അങ്ങോട്ട് പ്രയാണം തുടങ്ങി. പ്രൊഡക്റ്റ് വരാനൊക്കെ അന്ന് വളരെ താമസം ഉണ്ടായിരുന്നു. 15-20 ദിവസം കഴിയുമ്പോഴാണ് പ്രൊഡക്റ്റ് വന്നത്. മുംബൈയിൽ നിന്ന് ട്രെയിൻ വരുമ്പോൾ കൊച്ചിയിൽ അടിയായിരുന്നു. ആളുകൾ ഇഷ്ടംപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വരുമായിരുന്നു പാർസൽ വരുമ്പോൾ. എനിക്ക് പ്രൊഡക്റ്റ് കൊണ്ടാന്ന് പറഞ്ഞിട്ട്. കാരണം പലർക്കും റിസൾട്ട് വരാൻ തുടങ്ങി സാവധാനത്തിൽ. പിന്നെ പ്രൊഡക്റ്റ് വരുന്ന ദിവസം ഞങ്ങൾ അറിയിക്കാതായി. ആദ്യം എൻട്രി ചെയ്ത ആൾക്ക് ആദ്യം കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലോടുകൂടി പിന്നെ അടുത്ത ആളുകളോട് പറഞ്ഞു. അങ്ങനെ മെല്ലെ മെല്ലെ പിക്കപ്പ് സെന്ററുകൾ വന്നു. പിന്നെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് വന്നു. എന്റെ സുഹൃത്ത് ആലപ്പുഴയിലുള്ള ബെനഡിക്ട് സാർ ആണ് ആദ്യമായിട്ട് കേരളത്തിൽ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് എടുത്തത്. അദ്ദേഹത്തെയും കൊണ്ട് ഞാൻ ഓഫീസിൽ പോയ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് 10-21 മെമ്പേഴ്സ് ആയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോ 10,00,000 രൂപ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റിന് വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആകെപ്പാടെ വേലാതിയായി. 10,00,000 രൂപ ഈ കമ്പനിയിലേക്ക് മുടക്കി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അല്ലെ? 1-2 ലക്ഷം അല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ? ഇതിന് റിസൾട്ട് ഉണ്ടാവോ? എന്തായിരിക്കും സ്ഥിതി? ഏതോ ഒരു തട്ടിക്കൂട്ട് ബോംബെ കമ്പനി അല്ലേ? ഞാൻ പറഞ്ഞു, എന്റെ ബെനഡിക്ട് സാറെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അദ്ദേഹം ലോൺ എടുത്തിട്ടാണ് എന്റെ വാക്ക് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് എടുത്തത്. 10,00,000 രൂപ അന്ന് മുടക്കിയപ്പോ ഇന്ന് അദ്ദേഹത്തിന് ആ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് വരുമാനം എല്ലാവർക്കും അറിയാം. പിക്കപ്പ് സെന്ററിന് 100 രൂപ 200 രൂപയും 300 രൂപയൊക്കെ ഇൻകം ഉണ്ട് അല്ലേ? അതേപോലെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ഇൻകം മാത്രം ഏകദേശം ഇന്നൊരു 30,00,000 രൂപയോളം അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് 3 വർഷം കൊണ്ട്. 10,00,000 രൂപ അദ്ദേഹം ബാങ്കിൽ ഇട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോഴൊക്കെ അതിന് കുറെ വലിച്ചിട്ടുണ്ടാവും അല്ലെ? അത് ചിലപ്പോൾ 5 ലക്ഷം 4 ലക്ഷം ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ 30,00,000 രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇന്നും 10,00,000 രൂപയിൽ കൂടുതലുള്ള പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ പ്ലാനിന്റെ പ്രത്യേകത ഏതാണ്? ആ പ്രൊഡക്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ടാവും. റൊട്ടേറ്റ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏകദേശം 40,00,000 രൂപ ആയി കഴിഞ്ഞു അത് ഇല്ലേ?
അപ്പൊ ആ രീതിയിൽ അന്ന് ചെറിയ ചെറിയ പിക്കപ്പ് സെന്റർ എടുത്ത ആളുകളെല്ലാം തന്നെ 25,000 മുടക്കിയ ആൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 50,000 മുടക്കി പിക്കപ്പ് സെന്റർ എടുത്ത ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെ പിക്കപ്പ് സെന്റർ ഇൻകം വരുമാനം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. ജനഹൃദയങ്ങൾ ബയോട്ടോറിയത്തെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. പുതിയ പ്ലാനും പ്രൊജക്റ്റുമായിട്ട് കമ്പനി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ ചെയ്ത് ഒരു വെറും മദർ പ്ലാനിൽ 1 വർഷം 1 കോടി നേടാനുള്ള ഒരു പ്ലാൻ ആയിരുന്നെങ്കിൽ ഒരു ദിവസം 30,000 രൂപ വെച്ചിട്ട് മാസം 9 ലക്ഷം 10 ലക്ഷം രൂപ നേടാനുള്ള ഒരു പ്ലാൻ മാത്രമായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ഈ ജൂലൈ 1 മുതൽ അതിന്റെ ബയോട്ടോറിയത്തിന്റെ ബ്ലാസ്റ്റിംഗ് വേറെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് കിടപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെൽഫ് റീപർച്ചേസിലൂടെ ഒരു ദിവസം 1,26,000 രൂപ, ഒരു മാസം ഏകദേശം 38-40 ലക്ഷം രൂപ ഇല്ലേ ഒരു മാസം വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ടോട്ടൽ 50 ലക്ഷം രൂപ ഒരു 3,100 രൂപയുടെ എൻട്രിയിലൂടെ ഒരു സ്റ്റാർട്ടർ കിറ്റ് 3,100 രൂപ. 3,000 മുടക്കിയാൽ അല്ലെ 3,000ന്റെ എൻട്രി 3,100ന്റെ എൻട്രി എടുക്കുന്ന ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചൊരു മാസം 50 ലക്ഷം രൂപ നേടാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ഓൺലി ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയം നമുക്ക് വേറെ സംഭവമില്ല. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. വെറും 3,100 രൂപയ്ക്ക് എൻട്രി എടുത്തുകൊണ്ട് ഇത്രയും ലോവസ്റ്റ് റേറ്റിൽ ഒരു എൻട്രി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. ആ 3,100 രൂപയുടെ എൻട്രി എടുത്താൽ ഒരു മാസം വേണമെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയോളം നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് നിങ്ങൾ തീരുമാനിക്കുക. സക്കീർ സാർ ഇവിടെ പറഞ്ഞ കണക്കെ അല്ലെ, സക്കീർ സാർ അടിപൊളിയായിട്ടാണ് ഇന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചത്. എക്സലന്റ് ആയിരുന്നു. കൺഗ്രാജുലേഷൻ സക്കീർ സാർ. അതേപോലെ തന്നെ ജോമേഷ് സാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ പ്രോഗ്രാം കാണുന്നത് രണ്ടുപേരുടെയും. ജോമേഷ് സാർ അടിപൊളി MC ആണ്. കൺഗ്രാജുലേഷൻ ജോമേഷ് സാർ. നമുക്ക് അടുത്ത ദിവസം നേരിട്ട് പരിചയപ്പെടാം. നാളെ കോഴിക്കോട് BOP ആണ്. ഇതുപോലെ കഴിവുള്ള ആളുകൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രം പിറകിൽ നിന്ന ആളുകളാണ്. ഇനി നിങ്ങൾക്കുള്ളതാണ് അവസരം, നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ ബയോട്ടോറിയം എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിവുള്ള എല്ലാവർക്കും അവസരം ഉണ്ടാവും. എല്ലാവർക്കും കഴിവുണ്ട്. ആരും കഴിവില്ലാത്തവരായിട്ട് പോയി ജനിക്കുന്നില്ല. നിങ്ങളുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കാനും അത് പരിപോഷിപ്പിക്കാനുള്ള ഒരു വേദികൾ നിങ്ങൾക്ക് തരും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് വേദികൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അടിപൊളി എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. എത്രയും വേഗം താങ്കളും താങ്കളുടെ ടീമും ഇതിനകത്ത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം ഇല്ലേ, ബയോട്ടോറിയത്തിൽ എൻട്രി ചെയ്തവരുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. എന്താണെന്നറിയോ? 1 കോടി അല്ലെ, ഒരു കോടീശ്വരനാകുക എന്നുള്ളതാണ് ബയോട്ടോറിയത്തിൽ എൻട്രി ചെയ്യുന്ന ഒരാളുടെയും സ്വപ്നം. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ, ഒരു ഡൗട്ടും ഇല്ല. അത് നേടാൻ പറ്റുന്ന രീതിയിൽ സാഗർ സാർ ജൂലൈ 1 മുതൽ വളരെ എളുപ്പവും കൂടി ആക്കി തന്നിരിക്കുന്നു ഇല്ലേ. വെറും 1,100 രൂപ മുടക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം എന്റെ പൊന്നു. 1,100 രൂപയുടെ റീപർച്ചേസ് നടത്തി കഴിഞ്ഞാൽ ഒരു മാസം 40 ലക്ഷം രൂപ കൊടുക്കുന്ന കമ്പനി ചെയ്തിട്ടുണ്ട് ബയോട്ടോറിയം അല്ലാതെ. 1,100 രൂപ മുടക്കി ഒരു മാസം 40 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. മനസ്സിലായി? എന്നിട്ടും കിടന്നുറങ്ങുകയാണ് കുറെ ആളുകൾ ഇപ്പോഴും. മനസ്സിലായ? 1,100 രൂപ റീപർച്ചേസ് നടത്തിയ 40 ലക്ഷം വല്ല ബോധ്യം വന്ന ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരോട്. അതുകൊണ്ട് കുറെ പ്ലാൻ 1,100 സാധനം മേടിച്ചാൽ 40 ലക്ഷം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവൻ ചോദിക്കുക എന്താ ചെയ്യണ്ടേ ഇല്ലേ, എന്താ ചെയ്യണ്ടേ? കുറെ ടീമുകൾ ഉണ്ടാക്കുക, കുറെ ടീമുകൾ ചേർത്ത് പിടിക്കേ. മനസ്സിലായ? ഇവിടെ കഷ്ടപ്പെടുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വിങ്ങുന്ന ഹൃദയമുള്ള ആളുകളുണ്ട്. ഇവിടെ ചിരിച്ച മുഖമായിട്ട് ഇരിക്കുന്ന പലരുടെയും ഇല്ലേ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ അറിയാം. ATM കാർഡ് പേഴ്സിൽ കുറെ എണ്ണം ഉണ്ടാവും. ഒന്നിലും 10 പൈസ ഉണ്ടാവില്ല അല്ലെ. ഒന്നിലും ഉണ്ടാവില്ല. കാർഡ് പല കാർഡുണ്ടാവും. ATM കണ്ടു കഴിഞ്ഞാൽ ആയിരിക്കും ഭയങ്കര കോടീശ്വരനാണ്. 10 പൈസ ഉണ്ടാവില്ല. അതിനുള്ള അവസരം ഇവിടെ തന്നിരിക്കും. ഇവിടെ കൂടുതലൊന്നും മുടക്കേണ്ടെന്ന്, വിജയിക്കാനുള്ള മനസ്സ് മാത്രം മതിയെന്ന്. ഇവിടെ ഞാൻ നേടി അടങ്ങുന്നുള്ള ഒരു ആവേശം ഉണ്ടായാല് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം. സ്ട്രോങ് പ്ലാറ്റ്ഫോമാ. മനസ്സിലായാലും ഒരു സംശയവും വേണ്ട. കിടിലും പ്ലാറ്റ്ഫോമാ. ജനങ്ങളിൽ ഞെട്ടിപ്പോയിരിക്കുക. 1,100 രൂപയുടെ റീപർച്ചേസ് നടത്തിക്കൊണ്ട് ഒരു മാസം 40 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇന്ന് ബയോട്ടോറിയം അല്ലാതെ വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. പുതിയ ആവേശത്തിലാണ് എല്ലാവരും. കമ്പനിയുടെ ലെവൽ മാറിയിരിക്കുന്നു. നമ്മുടെ ചിന്താഗതികളൊന്നും മാറ്റിയാൽ മതി. എല്ലാവരും ചേർത്ത് പിടിക്കുക. വീടാന്തരം കയറിയിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ വാർഡിൽ തന്നെ വോട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? 10, 2,000 പേര്, 1,500 പേരില്ലേ? അവരെ വീടുകളിലേക്ക് നിങ്ങൾ ഒരു ബാച്ചായിട്ട് പോയിട്ട് ഓരോ വീട്ടിൽ നിന്നും 3,100 രൂപയുടെ എൻട്രി എടുക്കണം എന്റെ ജോമേഷ് സാറേ. ആ വയനാട്ടിൻ ഗ്രാമങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സാമ്പത്തികമായിട്ട്. മനസ്സിലായ? വീടാന്തരം ഇറങ്ങണം. നിങ്ങൾക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം തരാം. ഇങ്ങോട്ട് വാങ്ങാൻ അതിൽ പ്രൊഡക്റ്റിന്റെ ഗുണമൊന്നും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ അല്ലേ? നിങ്ങളുടെ വീട് പണിയണ്ടേ? കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? ഈ ദാരിദ്ര്യത്തിന് അറുതി വരുത്തണ്ടേ? ഈ 800 രൂപക്കും 1000 രൂപക്കും ജോലി ചെയ്താല് നിങ്ങളുടെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടുകയിൽ ചെയ്ത് നിങ്ങൾ ഓരോ ദിവസം നടക്കുവോ? വാ, ഇങ്ങോട്ട് വരൂ. ഗവൺമെന്റ് അംഗീകരിച്ച ലീഗൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വേൾഡ് ക്ലാസ്സിൽ 150 രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനി. ഇന്ന് വരെ ഇൻഡയറക്ട്
ഇല്ലെങ്കിൽ വേൾഡ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് അല്ലെ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച കമ്പനി ഉണ്ടെങ്കിൽ ബയോട്ടോറിയം. ഇത് മാത്രം ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ 3100 അപ്പം എടുത്ത് തരൂലേ നിങ്ങൾക്ക്? നിങ്ങൾ ഇറങ്ങാത്തോണ്ടല്ലേ സാധിക്കാത്തത്. അതുകൊണ്ട് ഇറങ്ങുക, എല്ലാവരും അച്ചീവേഴ്സായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ ആവേശത്തിലാണ് കേരള ബയോട്ടോറിയം മെമ്പേഴ്സ് ഓരോരുത്തരും. എനിക്കറിയാം ഇവിടെ നാളെ കോഴിക്കോട് BOP ആണ്, അവിടെ ഹാളുകൾ നിറഞ്ഞ് കവിയണം. എല്ലാവരും പരമാവധി ലീഡേഴ്സുമായിട്ട് അവിടത്തേക്ക് കൃത്യസമയത്തിന് എത്തണം. 10:30 മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാ പ്രോഗ്രാം സെന്ററും അടിപൊളിയായിട്ട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവേശമാണ് എല്ലായിടത്തും കാണുന്നത്. ശനിയാഴ്ച കൊട്ടാരക്കര BOP ആണ്, കൊട്ടാരക്കര പരിസരത്തുള്ള എല്ലാവരും. അതുപോലെ കോർ ലീഡേഴ്സ് എല്ലാ പ്രോഗ്രാമിലും സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ പാലക്കാട് BOP ഉണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്തുണ്ട്. എല്ലാ BOP-കൾ ഓരോ സെന്ററുകളും നമ്മൾ അതിശക്തമായി കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്യാമ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓഗസ്റ്റ് മാസത്തോടു കൂടിയിട്ട് എല്ലാ സെന്ററുകളും പ്രത്യേക ഓരോ സെന്ററുകളിലും 2 BOP, ഒരു NDO, ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്യാമ്പ്. 3-4 മാസം കഴിയുമ്പോഴേക്ക് വേറെ ലെവലിലേക്ക് ബയോട്ടോറിയം മാറും. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ സ്വപ്നങ്ങളെ കുച്ചുവിലങ്ങിടാതെ ചങ്ങലക്കിടാതെ അത് പാറിപ്പറത്തുന്നതിന് വേണ്ടിയിട്ട്, അതിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വപ്നം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് കമ്പനി, ഞാനും ടീമും ലീഡേഴ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ജയ് ഈ ബയോട്ടോറിയം.